നമുക്കറിയാം, നമ്മളെല്ലാം പ്രായമായി കഴിയുമ്പം പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള കുറേ രോഗങ്ങൾ. ചില രോഗങ്ങൾ ഹെറിഡിറ്ററി ആയിട്ട്, പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന രോഗങ്ങളുണ്ട്. ഈ പറയുന്ന പ്രഷർ പോലെയുള്ള, ഷുഗർ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ അപ്പാപ്പനുണ്ടായിട്ടുണ്ടാവും. പുള്ളി ചിലപ്പോൾ പരിശോധിക്കാനായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കാര്യമായ അറിവില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. മക്കൾക്കുണ്ടാവും. ക്യാൻസർ, മിക്ക തലമുറകളിലും ക്യാൻസറുണ്ട്. ഇപ്പോൾ പുതിയ തലമുറകളിലൊക്കെ അപ്പനപ്പന്മാർ ക്യാൻസറായിട്ട്, അമ്മയോ അപ്പനോ ആരെങ്കിലുമൊക്കെ ക്യാൻസറായിട്ടാണ് മരിച്ചതെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനാണ്. ഇത് നമുക്കും വരുമോ എന്നുള്ളൊരു ടെൻഷൻ മിക്കവർക്കും ഉണ്ട്. രോഗങ്ങളെ സംബന്ധിച്ച് മെഡിക്കൽ സയൻസ് മിക്കപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അത് ഒരു പരിധി വരെ അപ്പൻ്റെ ജീനുകളിൽ നിന്നും അമ്മയുടെ ജീനുകളിൽ നിന്നും, ആ മാതാപിതാക്കളുടെ ആ ഒരു ജീനുകളിൽ നിന്നൊക്കെ ചിലതൊക്കെ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതെല്ലാ മക്കൾക്കും വരുന്നുണ്ടോ? എല്ലാവർക്കും വരുന്നില്ല. ചിലത് വരുന്നു, ചിലവർക്ക് ഇത് സംഭവിക്കുന്നുമില്ല. അപ്പം അതെന്തുകൊണ്ടായിരിക്കും? ചില വ്യക്തികൾക്ക് അത് സംഭവിക്കുകയും ചിലർക്ക് അത് ഇല്ലാതെ പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഞങ്ങളുടെ നാട്ടിൽ ഒരു ചേട്ടനുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ചേട്ടൻ, അപ്പോൾ ഈ ചേട്ടൻ്റെ വലിയ സ്വത്തുള്ള വ്യക്തിയാണ്. ആവശ്യം പോലെ ഇട്ടുമൂടാനുള്ള പണമുണ്ട്, ആവശ്യം പോലെ സ്ഥലമുണ്ട്, എല്ലാ രീതിയിലും എല്ലാ പ്രൗഢിയുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മകൻ, ഏക മകനാണ്, വിവാഹം ചെയ്തു, അത് ഡിവോഴ്സായി. ശരിക്കും പറഞ്ഞ ആളെ പേഴ്സണലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എവിടെയോ ഒരു സ്ക്രൂ ചെറുതായിട്ടൊന്ന് എവിടെയോ ഒന്ന് തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊന്ന് ടൈറ്റ് ചെയ്താൽ പ്രശ്നം മാറും. ഇതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു യാത്രയിൽ ഞാനൊരു വ്യക്തിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഇദ്ദേഹത്തെ അറിയാവുന്ന ആളാണ്. ഞാൻ എൻ്റെ നാട് പറഞ്ഞപ്പം ഈ വ്യക്തിക്ക് ഈ നാടറിയാം. ഈ നാട് അറിയുന്നത് ഈ ഒരൊറ്റ വ്യക്തിയെക്കുറിച്ച് മാത്രമാണ്. ഈ നാട്ടിൽ, എൻ്റെ നാട്ടിൽ ആളറിയുന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ അറിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് അവരുടെ ഹിസ്റ്ററി അറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇട്ടുകൂടാനുള്ള പണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവുമില്ല, അനുഭവിക്കാൻ ആരുമില്ല. എന്തുകൊണ്ടാണ് എന്ന് നിനക്കറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. കാരണം എനിക്ക് ഇവരുടെ പൂർവിക പാരമ്പര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. ആൾ പറഞ്ഞത്, അവൻ്റെ അപ്പൻ ഒരു കൊലപാതകിയായിരുന്നു. ആള് അവസാനം മരിച്ചത് വർഷങ്ങളോളം ബെഡിൽ കിടന്നിട്ട് നരകിച്ചു മരിക്കുകയായിരുന്നു. ഇനി ഈ പറയുന്ന വ്യക്തി, ആളും ഇത് തന്നെയായിരുന്നു. നരകിച്ച് ക്യാൻസർ വന്ന് ഒരാൾ പോലും, സ്വന്തം ഭാര്യ പോലും നോക്കാനില്ലാതെ ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് അത്രയും വികൃതമായി കിടന്നിട്ട് മരണപ്പെടുകയായിരുന്നു. ഇനി മകൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇതിപ്പം കിളി പോയാലും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മകനെ അറിയും, പേഴ്സണലി നന്നായിട്ട് അറിയും. അപ്പോൾ പ്രാർത്ഥനയൊക്കെ ഉള്ളതുപോലെ ഒരു രീതി ഉള്ളത് കൊണ്ട് നമ്മൾ പേഴ്സണലി ഇദ്ദേഹത്തെ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ്, ഇത് പാരമ്പര്യമായി അപ്പാപ്പനിൽ നിന്നും ആരിലേക്ക് വന്നു? അപ്പനിലേക്ക് വന്നു. അപ്പനിൽ നിന്ന് ഇപ്പോൾ മകൻ ഇങ്ങനെയാണ് അവസ്ഥ. ഇത്രയേ ഉള്ളൂ. ഇനി എന്നോട് പറഞ്ഞത്, ഈ അപ്പാപ്പൻ കൊലപാതകിയായിരുന്നു മാത്രമല്ല, പലരുടെയും സ്വത്തടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പേഴ്സണലി ഒന്ന് അന്വേഷിച്ചു, ഈ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ തന്നെയാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു പക്ഷേ കഴിഞ്ഞ തലമുറയിൽ വലിയ പ്രൗഢിയോടെ ജീവിച്ച വ്യക്തികളായിരിക്കാം. സമ്പത്തിന് ഒരു കുറവുമില്ലാതെ എല്ലാ പ്രൗഢിയോടും കൂടെ ജീവിച്ചവരായിരിക്കാം. പക്ഷെ മക്കളിലേക്ക് വന്നപ്പോൾ ഇതൊന്നും അനുഭവിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോയ കുടുംബങ്ങളുണ്ട്. അനേക തറവാടുകളുണ്ട്, പല വ്യക്തികളുണ്ട്, പല കുടുംബങ്ങളുണ്ട്. എന്തു സംഭവിച്ചു എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവരുടെ പൂർവികർ ചെയ്തു വെച്ച വൃത്തികേടുകളായിരിക്കാം, തിന്മകളായിരിക്കാം ചിലതിൻ്റെ കാരണമെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകാം. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ പാപം മാത്രമാണോ, അതെ നമ്മുടെ പൂർവികരുടെ പാപം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ? പൂർവിക ശാപം ഉണ്ട്. ക്രിസ്തുവിലായിരിക്കുന്നവന് ശാപമുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനിക്ക് ശാപമുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് പൂർവിക ശാപം ഉണ്ട് എന്ന് പറയുന്നു. ബൈബിൾ പൂർവിക ശാപത്തെ അനുകൂലിക്കുന്നോ എതിർക്കുന്നോ? അനുകൂലിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, പഴയ നിയമത്തിൽ പൂർവിക ശാപത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ബൈബിൾ പൂർണ്ണമായി പൂർവിക ശാപത്തെ അനുകൂലിക്കുന്നോ എന്നുള്ളത് നമ്മൾ വചനത്തിലൂടെ താഴോട്ട് വരികയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവന് പൂർവിക ശാപം ഉണ്ടോ? ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. ക്രിസ്ത്യാനിക്ക് പൂർവിക ശാപം ഉണ്ടോ? ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? എല്ലാ ക്രിസ്ത്യാനിയും ക്രിസ്തുവിലല്ല, അല്ലേ? പേരുകൊണ്ട് മാത്രമേ ക്രിസ്ത്യാനി എന്നുള്ളൂ, അവരൊന്നും ക്രിസ്തുവിലല്ല. ദൈവമേ, ആദ്യമായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് ഏകകണ്ഠമായി ഒരുപോലെ ഉത്തരം പറഞ്ഞ ഏക ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ചോദ്യത്തിനും രണ്ട് വശങ്ങളുണ്ടാകും. എന്തായാലും നമുക്ക് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകാം. പൂർവിക ശാപം
ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒന്ന് ചിന്തിക്കുക. പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിലൂടെ ഈ ഒരു മേഖല കടന്നു പോയിട്ടുണ്ടോ എന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം. ആദ്യം നമ്മൾ പുതിയ നിയമത്തിലൂടെ തന്നെ കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത്? ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു അന്ധനായൊരു വ്യക്തിയെ ശിഷ്യന്മാർ കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ വെച്ച് ചോദിച്ചു, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവന്റെയോ ഇവന്റെ അപ്പന്റെയോ ഇവന്റെ അമ്മയുടെയോ പാപം നിമിത്തമാണ്. യേശു എന്താ പറഞ്ഞത്? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ. അപ്പോ ഇവിടെ കൃത്യമായിട്ട് യേശു പറഞ്ഞു, പൂർവിക ശാപം അല്ല ഇവൻ അന്ധനായിരിക്കുന്നത്. ഇവന്റെ അപ്പന്റെ പാപം നിമിത്തമല്ല, ഇവന്റെ അമ്മയുടെ പാപം നിമിത്തമല്ല ഇവൻ അന്ധനായിരിക്കുന്നത്. പ്രത്യുത ദൈവത്തിന്റെ ശക്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ്. അപ്പൊ യേശു എന്താ പറഞ്ഞത്? പൂർവിക ശാപം ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ? ഇല്ല എന്നല്ലേ പറഞ്ഞത്? ഇവന്റെ അപ്പന്റെയോ അമ്മയുടെയോ പാപം നിമിത്തമല്ല എന്നാണ് യേശു പറഞ്ഞത്. പകരം ദൈവപ്രവൃത്തി ഇപ്പോൾ ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ്. ഇതാണ് ദൈവത്തിന്റെ ഹൃദയം. ദൈവം, നിങ്ങൾ പറഞ്ഞു ബൈബിളിൽ പൂർവിക ശാപം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ യേശു പറഞ്ഞു പൂർവിക ശാപം ഇല്ല എന്ന് പറയുന്നത്. എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിക തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെ കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്ന എന്തിന്? അപ്പം ബിരിയാണി തിന്ന മക്കളുടെ വിശപ്പ് മാറുമോ? ഇല്ല. അപ്പൻ പുളിച്ച മാങ്ങ കഴിച്ചാൽ മക്കളുടെ പല്ല് പുളിക്കുവോ? ഇല്ല. അപ്പൻ ചെയ്തതിന് ആരനുഭവിക്കണം? അപ്പൻ അനുഭവിക്കും. മക്കൾ അനുഭവിക്കുവോ? ഇല്ല. മക്കളല്ല അത് അനുഭവിക്കേണ്ടത്, അത് അപ്പൻ തന്നെയാണ്. താഴോട്ട് വായിച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. ഒരു പഴഞ്ചൊല്ല. അതായത് ഈ പഴഞ്ചൊല്ല എവിടെ നിന്ന് തുടങ്ങിയെന്ന് അറിയാമോ? മനുഷ്യനുണ്ടായ കാലം മുതൽ തുടങ്ങിയ ഒരു പഴഞ്ചൊല്ല. ആദ്യം ഈ കാര്യം പറയുന്നത് ആരെന്നറിയാമോ? ആദാമാണ് ഈ കാര്യം പറയുന്നത്. എന്താ ഈ ആദാം പറഞ്ഞത്? ആദാത്തിന്റെ അപ്പനെ കുറ്റപ്പെടുത്തിയോ? അപ്പൻ ചെയ്ത പാപമാണ് എൻ്റെ മേലിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞോ? ഇല്ല. നീ കൂട്ടിന് തന്ന ഈ സ്ത്രീയാണ് എന്നെ ചതിച്ചത്. അതായത് നമ്മൾക്ക് വരുന്ന ഒരു പ്രശ്നം, നമ്മൾക്ക് വരുന്ന ഒരു പ്രതിസന്ധി, നമ്മൾക്ക് വരുന്ന ഒരു രോഗം, നമ്മൾക്ക് വരുന്ന ഒരു തകർച്ച, ഒരു കഷ്ടത നമ്മൾ ആരുടെ തലയിലേക്ക് വയ്ക്കുന്നു? നമ്മുടെ മുൻ തലമുറയിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ തലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നൈസായിട്ട് തള്ളി വെച്ചു കൊടുക്കുന്നു. ഇന്നെടുത്തോ, എനിക്ക് വേണ്ട, ഇതൊക്കെ നിങ്ങളുടെയാ, ഞാൻ മാന്യനാണ്, എനിക്ക് യാതൊരു കുറവുമില്ല. ഇതെവിടെ നിന്ന് വന്നേ? എൻ്റെ അപ്പാപ്പനിൽ നിന്നാണ് വന്നേ, എൻ്റെ അപ്പനിൽ നിന്നാണ് വന്നേ. വേറെ വ്യക്തിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക. സത്യത്തിൽ ആദം പഴം കഴിച്ചത് കൊണ്ടല്ലേ ആദത്തിന് പണി കിട്ടിയത്? എന്നിട്ട് ആദം നേരെ ഹവ്വയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു, നീ കൂട്ടിന് തന്ന സ്ത്രീ നിമിത്തമാണെന്ന്. അവിടം തുടങ്ങി പഴഞ്ചൊല്ല് തുടങ്ങിയതാ. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇത് മുഴുവൻ ഇങ്ങനെ കാണാം. എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. സകലത്തിലും നമ്മൾ കാണുന്ന ഈ കാര്യം തന്നെയാണ്. ആരും അവരുടെ കാര്യം ഏറ്റെടുക്കാറില്ല. പിന്നെ ആർക്ക് കൊടുക്കും? അടുത്ത വ്യക്തിയിലേക്ക് നമ്മൾ തിരിച്ചു വെച്ചു കൊടുക്കും. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ, കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, എൻ്റെ തകർച്ചയുടെ കാരണം, എൻ്റെ പ്രതികൂലങ്ങളുടെ കാരണം, എൻ്റെ പ്രതിസന്ധികളുടെ കാരണം, എൻ്റെ പ്രശ്നങ്ങളുടെ കാരണം, ഞാൻ ഇന്ന് ഇങ്ങനെ കിടക്കാനുള്ള കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ ചില പ്രവർത്തികളാണ്. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ പലപ്പോഴും അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ വർഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ തിന്മകളെ കർത്താവ് എവിടുന്ന് കഴുകണമേ, ഞങ്ങളുടെ ആകൃത്യങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ പഴമൊഴി അവസാനിച്ചു. ഇനി ഇങ്ങനൊരു പഴഞ്ചൊല്ല്, ഒരു പഴയ മൊഴി നിങ്ങൾ പറയരുത്. ഇനി നിങ്ങൾ എന്ത് പറയണം? യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ആര് പറയേണ്ടത്? ക്രിസ്ത്യാനി പറയേണ്ടത്. അല്ലാതെ പൂർവിക ശാപത്തെ ഓർത്ത് നീ ഇനി എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട എന്ന് വെച്ചിട്ട് പൂർവിക ശാപം ഉണ്ടോ? ഇപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. ഇപ്പോൾ ബ്രദർ ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? വരാം, നമുക്ക് താഴോട്ട് വരാം. പൂർവിക ശാപം ഉണ്ടോ ഇല്ലേ, എന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് വരാം. പൂർവിക ശാപത്തെ ഓർത്ത് നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്, ആകുലപ്പെടരുത്, നിന്റെ തകർച്ചകളെ അതിൻ്റെ തലയിൽ വെക്കരുത്. പകരം എൻ്റെ യേശുവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പ്രത്യാശയായിരിക്കണം ആർക്കുണ്ടാകേണ്ടത്? ക്രിസ്ത്യാനിക്ക്, ക്രിസ്തുവിലായിരിക്കുന്നവനുണ്ടാകേണ്ടത് പ്രത്യാശയാണ്. അല്ലാതെ ഒന്നിനെയും ഓർത്ത് നീ ദുഃഖിക്കരുത്. അതിനെ ഓർത്ത് നിന്റെ ജീവിതം കളയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പകരം നിന്നെ ഉയർത്താൻ, നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ജെറമ്യാ പ്രവചനം 31-ാം അധ്യായം 29-ാം വാക്യം. പിതാക്കന്മാർ പച്ചമുന്തിരിക തിന്നു
മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ കഴിച്ച് മക്കളുടെ പല്ലുകൾ പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. ഇത്രയും വചനത്തിലൂടെ നമ്മൾ കണ്ടത് പൂർവിക ശാപം ഇല്ലെന്നല്ലേ. ഇനി നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കാം. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവം, എന്നെ സ്നേഹമുള്ള, നിന്നെ കുറിച്ച് ബോധമുള്ള, നിന്നെ കുറിച്ച് കരുതലുള്ള അസഹിഷ്ണുവായ ദൈവമാണ് സർവശക്തനായ ദൈവം. എന്നിട്ട് പറയാണ്, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക്, അപ്പനപ്പന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ 1 2 3 3 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്റെ ചോദ്യം ഇതാണ്, ദൈവത്തിന് ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറ്റമുണ്ടോ? ഇടയ്ക്ക് ഒന്ന് പറയും, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വേറെ പറയും, വീണ്ടും തിരിച്ചു പറയും. ഇങ്ങനെ പറയുമോ ദൈവം? ഇല്ല. അവൻ ആദിയും അന്തവുമാണ്. അവൻ ഇന്നലെയും ഇന്നും ഒരുവൻ മാത്രമാണ്. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അവൻ സർവശക്തനും ആദിയും അന്തവും ആൽഫയും ഒമേഗയും ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെയാണ്, യാതൊരുവിധ മാറ്റവും. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ എസെക്കിയേലിലും ജെറമിയേലും ഇല്ല എന്ന് കാണുന്നു. യേശുവും പറഞ്ഞു അത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പാപമല്ല എന്നും പറഞ്ഞു. വീണ്ടും നമ്മൾ വചനം വായിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം. നിയമാവർത്തനം അതിൻ്റെ 5-ാം അധ്യായം 9-ാം വാക്യം. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-4 ഇതേ കാര്യം തന്നെ പറഞ്ഞാൽ എന്നെ വെറുക്കുന്നവരുടെ 3-4 തലമുറ വരെ മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം അപ്പന്റെയും അപ്പാപ്പന്മാരുടെയും കുറ്റങ്ങൾക്ക് ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ് ഞാൻ ശിക്ഷിക്കുമെന്ന് തന്നെ ദൈവം പറഞ്ഞു. ഒരു കോംപ്രമൈസും ഇല്ല. വീണ്ടും സങ്കീർത്തന പുസ്തകം 79-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണം. ഇത് സങ്കീർത്തനം ഇതിൽ പറയണമെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം സങ്കീർത്തന പുസ്തകത്തിൽ പറയണമെങ്കിൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ ഓർക്കരുതേ എന്ന് പറയണമെങ്കിൽ ദൈവം അത് ഓർക്കുന്നുണ്ടെന്നുള്ളതല്ലേ അല്ലേ? അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം അത് എവിടേക്കോ ഓർക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? ഒന്നുകൂടി വായിച്ചോ മോനെ വചനം. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അപ്പൊ ഇവിടെയും കൃത്യമായിട്ട് എന്തുണ്ടെന്ന് പറയുന്നത്? പൂർവികമായ ശാപം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു 10 വചനം തരാം, വേണ്ട, ഞാനത് വായിപ്പിക്കുന്നില്ല സമയത്തിൻ്റെ കുറവ് മൂലം. അപ്പോൾ പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് പൂർവിക ശാപം ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തോന്നാം, ഓക്കെ, അത് പഴയ നിയമത്തിലായിരിക്കാം, പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നൊരു ചിന്തയുണ്ട്. മത്തായി സുവിശേഷം 23-ാം അധ്യായം 34-36 വാക്യം. അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് ചമ്മട്ടികൊണ്ട് അടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ അബ്രഹത്തിന്റെ സന്താന പരമ്പരയിലുള്ള ആദ്യത്തെ 2 മക്കളായ ആബേൽ, കായേൻ, അതിനകത്തെ നിരപരാധിയായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയയുടെ പുത്രനായ സക്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ രക്തത്തിനും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ശാപം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ശാപം ഉണ്ട് എന്നല്ല, ശാപം ഇരട്ടിയായിട്ട് എന്ത് ചെയ്യുന്നു? അത് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ആബേലിനെ കൊന്നവന്റെ മേൽ ഉള്ള രക്തം എത്രത്തോളം കഠിനമാണ്? ഒരു കൊലപാതകത്തിൻ്റെ ഉള്ളൂ അല്ലേ? താഴോട്ട് ഇങ്ങനെ അടുത്ത ആളുടെ വരുമ്പോൾ, അടുത്ത ആളെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ രക്തം എത്ര പേരുടെ രക്തം വരും? 2 ആളുടെ. ആരുടെയൊക്കെ വരും? ആബേലിൻ്റെ മുതൽ തൊട്ട് താഴ്ത്ത വരെ. ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട സക്രിയയുടെ രക്തം, ആ രക്തം എത്ര പേരുടെ രക്തം ഇവൻ്റെ മേൽ വരും? യേശുക്രിസ്തുവിൻ്റെ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദരുടെ മേൽ ആബേലിന്റെ രക്തം മുതൽ സക്കറിയയുടെ രക്തം വരെ ആരൊക്കെ നിരപരാധിയായി കൊല്ലപ്പെട്ടിട്ടുണ്ടോ അവരുടെ മുഴുവൻ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. അവരുടെ എല്ലാം രക്തത്തിന് നിനക്കിട്ട് പണി കിട്ടും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇത് എത്ര ഇരട്ടിയായിട്ടുണ്ടാവും? എണ്ണമറ്റ വിധം, നമുക്ക് കാൽക്കുലേറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് വർദ്ധിക്കുകയാണ്. കുറയാണോ ചെയ്യുന്നത്? അല്ല, വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ആരാ പറഞ്ഞത്? യേശു ആണിത് പറഞ്ഞത്. അപ്പോൾ പുതിയ നിയമത്തിൽ പൂർവിക ശാപം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്.
അപ്പൊ യേശു എന്തുകൊണ്ടാണ് ഈ അന്ധന്റെ കാര്യത്തിൽ നേരെ തിരിച്ചു പറഞ്ഞത്? അന്ധന്റെ കാര്യത്തിൽ ഇവന്റെയും അല്ല ഇവന്റെ അപ്പന്റെയും അല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ പരിശോധിച്ചാൽ അറിയാം. ഈ അന്ധനെ ശരിക്കും പറഞ്ഞാൽ അത് വഴിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ഈ അന്ധൻ വിളിച്ചു പറഞ്ഞോ, ഇസ്രായേലിലെ രാജാവേ എന്നോട് കരുണ തോന്നണം, എനിക്കൊരു കാഴ്ച തരാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അത് അവിടെ സൈഡിൽ വെറുതെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ശിഷ്യന്മാർ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് യേശുവിന് മുമ്പിലിട്ടിട്ട് ചോദിച്ചു, ഇവന്റെ പാപം നിമിത്തമാണോ ഇവന്റെ അപ്പന്റെ പാപം നിമിത്തമാണോ? അപ്പൊ യേശു പറയുന്ന കാര്യം, ഇപ്പോൾ ഇവൻ ഇവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ മഹത്വം ഇവനിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവനെ കുറ്റപ്പെടുത്തി നിങ്ങൾ വലിച്ചു കൊണ്ടുവന്നില്ലേ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന് സൗഖ്യം ലഭിച്ചു. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുകയും നിങ്ങൾ ആരെങ്കിലുമൊക്കെ മോശം പറയുകയും തിന്മ പറയുകയും ചെയ്യുമ്പോൾ എന്ത് വൃത്തിയുടെ ഇവർ പറയുന്നതെന്ന് തോന്നിയിട്ടില്ലേ? എന്നെക്കുറിച്ച് എന്തിനെങ്ങനെ പറയുന്നത് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, അവരെ കർത്താവിൻ്റെ നാമത്തിലൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. ദൈവം പറയും, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞത്, അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു 430 വർഷം. ഈ 430 വർഷവും ദൈവം ചെങ്കടൽ പിളർത്തിയില്ല. 430 വർഷം ഇവർക്ക് മന്ന കൊടുത്തില്ല. 430 വർഷം ഇവർക്ക് ഇറച്ചി കൊടുത്തില്ല. ഇവർക്ക് വെള്ളം മധുരമാക്കി കൊടുത്തില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈജിപ്തിലെ സകല ജനവും പറയുക, ഇത് അവരുടെ ദൈവത്തിന് കഴിവില്ല, അവരുടെ ദൈവത്തിന് യാതൊരുവിധ കഴിവുമില്ല, അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല, മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു, ചെങ്കടൽ വാ പിളർന്ന് അവരെ നശിപ്പിക്കും, ഇതാ മരുഭൂമിയുടെയും ചെങ്കടലിൻ്റെയും നടുവിൽ അവർ ഇതാ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം ചെങ്കടലിനെ പിളർത്തി അവരെ മുന്നോട്ട് നടത്തി. വീണ്ടും മന്ന കൊടുത്തു, പിന്നെ അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു, അവർക്ക് വേണ്ട സകല കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുത്തു. അപ്പം സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള കാരണം ആരാ? യഥാർത്ഥത്തിൽ ഇവരുടെ നന്മയല്ല. വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ നന്മയോ അല്ല നിങ്ങൾ ഈ ദേശം അവകാശമാക്കുന്ന, പകരം ഈ ദേശത്തുള്ളവരുടെ തിന്മയാണ്. കാനാൻ ദേശത്തുള്ളവരുടെ തിന്മയാണ് നിങ്ങൾ ഈ ദേശം അവകാശമാക്കിയതിൻ്റെ കാരണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താ? നിങ്ങളെ ചിലർ പഴി പറഞ്ഞാണെന്ന്. ഇസ്രായേലിനെതിരെ, ദൈവത്തിൻ്റെ ജനത്തിനെതിരെ ആര് തിരിഞ്ഞു? ഈജിപ്ത് തിരിഞ്ഞു. ദൈവത്തിന് കഴിവില്ല. നിങ്ങളെ നോക്കിയിട്ട് പറയില്ലേ, കുറേ കാലമായി അവൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്നിട്ട് വലിയ ഗുണമൊന്നും കാണുന്നില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാൽ രക്ഷപ്പെട്ടു, ദൈവം അനുഗ്രഹിച്ചു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തുടങ്ങി അനുഗ്രഹം കടന്നു വരാൻ തുടങ്ങും, അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ തുടങ്ങും. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് എന്ത് പറയും? നമുക്കെതിരെ ശാപവാക്കുകൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുക, ശപിക്കുമോ? കർത്താവ് ചോദിക്കുന്നത്, നീ അനുഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിലിപ്പത്തെ തുറക്കും. നീ ശപിക്കുകയാണെങ്കിൽ തുറന്നു വെച്ച വാതിലും കൂടി ദൈവം അടയ്ക്കും. കാരണം നിങ്ങൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ട ജനമാണ്. മറ്റുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഇവിടെയാണ് വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലോകം നിനക്ക് വേണ്ടി വാതിൽ അടയ്ക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോക മനുഷ്യൻ നിനക്ക് വേണ്ടി തുറന്ന വാതിലുകളെ ലോകം എന്ത് ചെയ്യും? അടയ്ക്കും. അവിടെയാണ് ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിലിനെ തുറന്നു തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒന്ന് കരം ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞേ, കർത്താവേ എനിക്ക് വേണ്ടി പലരും വാതിലടച്ചു, എനിക്ക് മുൻപേ ലോക മനുഷ്യർ പല വാതിലുകളെ അടച്ചു, എന്നാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കും. പലരും എന്നെ രോഗിയായി മുദ്രകുത്തി, എന്നാൽ എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകും. പലരും എന്നെ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞു, എന്നാൽ എൻ്റെ ദൈവം എൻ്റെ കഴിവുകളെ അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി ഒരു ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ഒരു ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പാപം ഇരട്ടിക്കുകയാണ്, ശാപം ഇരട്ടിക്കുകയാണ്. ആദ്യം ചെയ്ത കായേൻ ആരെയാണ് കൊന്നത്? ആബേലിനെ കൊന്നത്. ഈ ആബേലിൻ്റെ രക്തം മാത്രമേ ആരുടെ മേലുള്ളൂ? കായേൻ്റെ മേലുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യേശുവിനെ കൊന്ന സന്നദ്രിങ് സംഘത്തിൻ്റെ മേൽ ആരുടെയൊക്കെ രക്തം പതിക്കുന്നു പറഞ്ഞു യേശു പറഞ്ഞത്? നിഷ്കളങ്കനായ ആബേൽ തുടങ്ങി അവൻ്റെ രക്തം മുതൽ എവിടം വരെയുള്ള രക്തം? സക്കറിയ വരെ. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. യഥാർത്ഥത്തിൽ യേശുവിനെ കൊന്നതിൻ്റെ സകലതും അവർ അനുഭവിച്ചു, സകല കഷ്ടതയും അവർ അനുഭവിച്ചു. യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടായില്ല. ഇസ്രായേൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം ഏകദേശം 1800 വർഷം ഒന്നുമില്ലാതെ തുറസായി ഒരു ഗുണവുമില്ലാതെ കിടന്നു എന്നാണ് കാണുന്നത്. ഇസ്രായേൽ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പം അവിടെ ആകെ ഉണ്ടായിരുന്നത് കള്ളിമുൾച്ചെടിയും കുറച്ച് ഈ പറയുന്ന മുൾച്ചെടിയും കാരമുള്ളും മാത്രമേ ഉള്ളൂ. നമ്മൾ ചില പറമ്പൊക്കെ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് പണിയെടുക്കാതെ തൂമ്പ ആ ഭാഗത്തേക്ക് പോകാതെ കിടക്കുന്ന ചില പറമ്പിൽ എന്തുണ്ടാവും?
മുൾച്ചെടി മാത്രം ഉണ്ടാവും അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? എന്തെങ്കിലും ഫലം പ്രതീക്ഷിച്ച് അവിടെ ചെന്നിട്ട് കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ആകെ ഉണ്ടാകുന്നത് കുറേ മുള്ളുകൾ മാത്രമാണ്, വേറെ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. ഇതേ കാര്യം തന്നെയായിരുന്നു എവിടെ? ഇസ്രായേലിൻ്റെ മുഴുവൻ പ്രദേശവും. ഈ പറയുന്ന 1948 ഇസ്രായേൽ അവർക്ക് സ്വന്തമാകുമ്പോഴും, അല്ലെങ്കിൽ അതിന് ഏകദേശം ഒരു 100 വർഷം മുൻപ്, അല്ലെങ്കിൽ ഒരു 1800-കളിലൂടെ AD 1800-കൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് തിരിച്ച് ഇസ്രായേൽക്കാർ വരാൻ തുടങ്ങി, യഹൂദർ വരാൻ തുടങ്ങി. ഏകദേശം 1850 ആയപ്പോഴേക്കും ഒത്തിരി യഹൂദർ അവിടേക്ക് കയറി പാർക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സമയത്ത് ആ ഇസ്രായേൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് കാണാം, വെറും തുറസായ മരുഭൂമി, ഒരു ഗുണവുമില്ലാത്ത, ഒരു ചെടിയുമില്ലാത്ത, യാതൊരുവിധ ഫലവുമില്ലാത്ത മരുഭൂമി. എന്ത് ചെയ്താലും എന്ത് കൃഷി ചെയ്താലും ഗുണമില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഈ പറയുന്ന ഇസ്രായേൽ. ഇന്ന് ഇസ്രായേൽ കാർഷിക നിലവാരം എത്രത്തോളം ഉണ്ട്? ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ കാർഷിക നിലവാരം വളർന്നു. എങ്ങനെയാണ് വളർന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കുക. ചില കിബുട്സുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. കിബുട്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരാൾ ഒരു പണി ചെയ്താൽ അത് എത്രത്തോളം നീങ്ങും? അമ്മച്ചിമാർക്കൊക്കെ അറിയാം. വീട് വൃത്തിയാക്കി ഇടാനായിട്ട് ഒരാൾ ശ്രമിച്ചാൽ നടക്കുമോ? വീട്ടിലെല്ലാവരും ശ്രമിച്ചാൽ വളരെ ഈസിയാണ് അല്ലേ? വളരെ സിമ്പിളായിട്ട് നടക്കും. എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ പെട്ടെന്ന് നടക്കും. നിങ്ങൾ സാധാരണഗതിയിൽ ചില പണികളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കല്യാണ വീടുകളിലെ തലേ ദിവസം കറിക്കരിയുക അല്ലേ? ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു 5 കിലോ ക്യാബേജ് അരിയാനായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ, ആ ക്യാബേജിനെ ശപിച്ച് ആ ക്യാബേജ് ഉണ്ടാക്കിയവനും അവൻ്റെ അപ്പാപ്പനും കൊച്ചപ്പനും ശാപം കൊണ്ട് നശിക്കും. എന്നാൽ ഒരു 10 പേര് ഒരുമിച്ച് ഒരു 5 കിലോ ക്യാബേജ് അരിയാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും അല്ലേ? എല്ലാവരും കൂടി സഹകരിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജോലികൾ ചെയ്യാം. ഇത് മനസ്സിലാക്കിയ യഹൂദര് അവരെ സംബന്ധിച്ച് കിബുട്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു കുടുംബം ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും മുന്നോട്ട് പോകത്തില്ലെന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് മരുഭൂമിയാണ്. അപ്പോൾ അവർ 5ഉം 10ഉം 20ഉം കുടുംബങ്ങൾ അടങ്ങുന്ന ചില സമൂഹങ്ങൾ, ഇത് നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീ പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ അല്ലേ? അവിടെ വർത്തമാനം മാത്രമേ നടക്കുള്ളൂ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തുമാകട്ടെ, 10-20 പേര് അല്ലെങ്കിൽ 25 കുടുംബം ഒരുമിച്ച് വന്ന് നിന്നിട്ട് ഇത്ര ഏരിയ, അത് ചിലപ്പോൾ 10 ഏക്കറായിരിക്കും, ചിലപ്പോൾ 100 ഏക്കറായിരിക്കും, ചിലപ്പോൾ 1000 ഏക്കറായിരിക്കും, ഇത്രയുള്ള ഏരിയകൾ അവരൊരുമിച്ച് വട്ടം കൂട്ടി സ്ഥാപിച്ച് അതിൽ കൃഷി തുടങ്ങും. അതെങ്ങനെ കൃഷി തുടങ്ങുമെന്ന് വെച്ചാൽ, എത്ര പേരുണ്ടോ അത്രയും പേരും ചെറിയൊരു ഏരിയ അത് ഫലപുഷ്ടമാക്കി മാറ്റും. അവർക്കറിയാം, വെള്ളം സാധാരണഗതിയിൽ നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഈ ചട്ടിമേലേക്ക് വെള്ളം ഒഴിച്ച് എന്ത് സംഭവിക്കും? ഒരു സൗണ്ട് കേൾക്കാം അല്ലേ? എന്നൊരു സൗണ്ട് കേൾക്കാം. ആ വെള്ളം എന്താവും? പെട്ടെന്ന് ആവിയായിട്ട് പോവും. ഈ പറയുന്ന ഇസ്രായേലിൽ വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താലുള്ള അവസ്ഥ ഇതായിരുന്നു. ഇത് ആവിയായിട്ട് അവസാനിച്ചു പോകും. അപ്പോൾ ഒരു വാഴ നട്ടു. ഈ വാഴയിൽ നിന്ന് നമ്മൾ കൊല പ്രതീക്ഷിക്കരുത്. വാഴയ്ക്ക് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്ന് സംഭവിക്കും? ഒറ്റ നിമിഷം കൊണ്ട് അത് ആവിയായിട്ട് പോകും. എന്ത് നട്ടാലും എന്ത് ചെയ്താലും ഫലപ്രാപ്തി ഇല്ലാത്ത തരത്തിലേക്ക് ആദ്യം വന്ന ആളുകൾ മുഴുവൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോകാനുള്ള ശ്രമമായിരുന്നു. കാരണം ഒരു രീതിയിലും കൃഷി വിജയിക്കുന്നില്ല. അവരതുകൊണ്ട് പരാജയപ്പെടാൻ നിന്നില്ല. പകരം അവരെന്ത് ചെയ്തു? ദിവസങ്ങൾ എടുത്ത് അവരാദ്യം ചെയ്ത പ്രവൃത്തി, നമ്മൾ ഈ മൺകലമൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഈ മൺകലം ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ മൺകലത്തിന് പിന്നെ വെള്ളം ചോരില്ല. ചുടാത്ത മൺകലത്തിൽ മീൻകറി വെച്ചാൽ കുറച്ചൊക്കെ പുറത്തേക്ക് പോകും. വേണ്ട, മൺകലത്തിൽ നിങ്ങൾ ഇപ്പോൾ കറി വെച്ചാലും കുറച്ചൊക്കെ വേപ്പറായിട്ട് പുറത്തേക്ക് പോകും. കുറേയൊക്കെ മൺകലം വലിച്ചെടുക്കും. വെള്ളം മുഴുവൻ അതിനകത്തിരിക്കുമോ? ഇല്ല, കുറേയൊക്കെ അത് വലിച്ചെടുക്കും. ഇവർ കലങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കലങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടു. എന്നിട്ട് ഈ കലത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വൃക്ഷങ്ങൾ നട്ടു. വലിയ മൺചട്ടികൾ നട്ടിട്ട് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വൃക്ഷങ്ങൾ നട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ മൺകലം ഒറ്റയടിക്ക് ഈ വെള്ളം നശിപ്പിക്കുമോ? ഇല്ല. എന്നാൽ ചെടി അതിൻ്റെ വേരിനെ വെള്ളമുള്ളിടത്തേക്ക് വളരും. അങ്ങനെ ഈ കലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോലും വേര് വളർന്ന് അതിൽ കൊടുക്കുന്ന വെള്ളം അതിന് ഉപയോഗപ്രദമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ നമ്മൾ ചെടിച്ചട്ടികളിലൊക്കെ കുപ്പി ഉണ്ടെന്ന് കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കും. 2 ദിവസം ഇല്ലെങ്കിലും കാർക്കിന് 2 ഓട്ട ഇട്ടിട്ട് നമ്മൾ വെക്കും അല്ലേ? ഒറ്റയടിക്കുക വെള്ളം എന്ത് ചെയ്യില്ല, തീരത്തില്ല. പകരം ചെറിയ ഡ്രോപ്പായിട്ട് ഈ സംഭവം കണ്ടുപിടിച്ചത് ആരാ? ഇവരിങ്ങനെ ചെയ്ത് ഈ രാജ്യത്തെ കൃഷി വിജയിപ്പിച്ചു. ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യാൻ അവർക്ക് അത്രത്തോളം കരുതലുണ്ടായിരുന്നു ആ രാജ്യത്തെ. 1800 വർഷക്കാലം ആ സ്ഥലം ആരാലും ഉപയോഗപ്രദമല്ലാതെ വെറും മരുഭൂമിയായി കിടന്നു. ഇനി ഇവർക്ക് ഈ സ്ഥലം തിരിച്ചു കിട്ടാനുള്ള കാരണം, അവിടെ ഉണ്ടായിരുന്ന അറബികൾ കുറേയൊക്കെ പണിയെടുത്ത് നോക്കി, പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ആകെ കിട്ടാനുള്ളത് ആട് വിൽപ്പനയാണ്. ആടിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ചെറിയ പച്ചല കണ്ടാലും അത് കടിച്ച് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളും. ആടുകൾക്ക് എവിടെയും ജീവിക്കാനുള്ളൊരു രീതിയുണ്ട്. ഇതല്ലാതെ വേറൊരു ഗുണത്തിനും ഒരു കാര്യത്തിനും ആ സ്ഥലം ഉപയോഗപ്രദമല്ല എന്ന് കണ്ട് അവർ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്
അമേരിക്കയിലുള്ള യഹൂദര്, ജർമ്മനിയിലുള്ള യഹൂദര്, ഇങ്ങനെയുള്ള പല യഹൂദരും വന്നിട്ട് ഇതിന് പൊന്നും വില കൊടുത്ത് വാങ്ങുന്നത്. ഒരു ഉപകാരമില്ലാത്ത സ്ഥലം, ഒരു വഴിക്കും കൊള്ളില്ലാത്ത സ്ഥലം പൊന്നും വില കൊടുത്ത് ആര് വാങ്ങി? ഇസ്രായേൽ വാങ്ങി ഇങ്ങനെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചു. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. 1800 വർഷക്കാലം ഇസ്രായേൽ പൂർണ്ണമായി നശിച്ചു കിടന്നു. AD 70-കളിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ഉദ്ധാനത്തിനും സഭയുടെ സ്ഥാപനത്തിനും ക്രിസ്തീയ വളർച്ചയ്ക്കും ശേഷം AD 70-കളിൽ ടൈറ്റസിൻ്റെ സൈന്യം വന്ന് ഇസ്രായേൽ പൂർണ്ണമായി നശിപ്പിച്ചു. ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി. AD 1040-കളിലൂടെ അത് പൂർണ്ണമായി നശിപ്പിച്ചു. 140-ലൂടെ അത് പൂർണ്ണമായി നശിപ്പിച്ചു. മനുഷ്യന് താമസിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ ആ രാജ്യത്തെ തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് അവിടെ മനുഷ്യൻ്റെ കരച്ചുകളില്ല, മനുഷ്യവാസമില്ല. അത് നിർജ്ജനമായി, ജനവാസമില്ലാത്ത ഒരു ദേശമായി കിടന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞ ചരിത്രം മുഴുവൻ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പേ മത്തായി സുവിശേഷം 23:34 മുതൽ 36 വരെ വാക്യം വായിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എവിടം മുതൽ? ആബേൽ മുതൽ സക്കറിയ വരെയുള്ള സകലരുടെയും പാപം അവരനുഭവിച്ചു. ആ കഷ്ടത മുഴുവൻ അവരെ ഏറ്റെടുക്കേണ്ടി വന്നു. അത് മുഴുവൻ അവരുടെ തലമുറയിലേക്ക് കടന്നു വന്നു. വല്ല കുറവുണ്ടായോ? വല്ല കോംപ്രമൈസ് ഉണ്ടായോ? നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, അതുകൊണ്ട് കുറച്ച് ഇളവ് കൊടുക്കാം. ദൈവം കൊടുക്കുമോ? ക്രിസ്ത്യാനിയാണ്, കുറച്ച് ഇളവ് കൊടുക്കാം, കൊടുക്കുമോ? കത്തോലിക്കനാണ്, എന്നാൽ ഇത്തിരി ഇളവ് കൊടുക്കാം, കൊടുക്കുമോ? യാക്കോബായക്കാരനാണ്, കിട്ടുമോ? ഓർത്തഡോക്സുകാരനാണ്, കിട്ടുമോ? നീ നിൻ്റെ മാമോദീസ മുക്കിയതും തോമാസ് ലീഹ ആണെങ്കിലും ഒരു കുറവും പ്രതീക്ഷിക്കേണ്ട, ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിനോട് ദൈവം കരുണ കാണിക്കാത്തത്, നീയും അതേ പാപം ചെയ്താൽ, അതേ തിന്മ ചെയ്താൽ നിന്റെ മേൽ എവിടെ മുതലുള്ള ശാപം വരും? എവിടെ മുതലുള്ള ശാപം വരും? ആബേൽ മുതലുള്ള ശാപം താഴേക്ക് വരുമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ രണ്ട് കാര്യങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചാണ്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം ഏത് വിഷയത്തിലാണ് ശാപമേൽക്കുമെന്ന് പറഞ്ഞേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം മുതൽ കൽപ്പനകളാണ് പറയുന്നത്. 5-ാം വാക്യത്തിൽ ഈ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം വായിച്ചോ. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. എന്റെ കൽപ്പനകൾ പാലിക്കുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. അടുത്ത വാക്യം വായിച്ചോ. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. അപ്പൊ രണ്ടാമത്തെ അടുത്ത കൽപ്പന ഒടുങ്ങി പിന്നെ താഴോട്ടാ കിടക്കുന്നത്. 1-ാം കൽപ്പനയുടെ ലംഘനമാണ് ഈ ശാപത്തിന്റെ ഏറ്റവും മൂർധന്യമായ കാരണം. ഏത് കൽപ്പനയുടെ ലംഘനം? 1-ാം പ്രമാണ ലംഘനമാണ് ഏറ്റവും പ്രശ്നം. 1-ാം പ്രമാണം എവിടെയൊക്കെ ലംഘിച്ചോ അവിടെയെല്ലാം ഇത് തന്നെ സംഭവിച്ചു. ഒരു കോംപ്രമൈസും ഇല്ല. സാത്താന് നിന്നെ ഈ 2 തുടങ്ങി 10 വരെയുള്ള പ്രമാണങ്ങൾ ലംഘിപ്പിക്കുക എന്നുള്ളത് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ 1-ാം കൽപ്പന എങ്ങനെയെങ്കിലും നിന്നെ ലംഘിപ്പിക്കുക. ഏതെങ്കിലും തരത്തിൽ നീ ഏത് പാരമ്പര്യ ഏത് തരത്തിലാണെങ്കിലും 1-ാം കൽപ്പന നിന്നെ കൊണ്ട് എന്ത് ചെയ്യണം? ലംഘിപ്പിക്കണം. എന്നാൽ 2ഉം 3ഉം കൽപ്പന ലംഘിച്ചാൽ ഇതില്ല എന്നല്ല അവിടുത്തെ അർത്ഥം. ഏറ്റവും പ്രധാനമായി 1-ാം കൽപ്പനയുടെ ലംഘനമാണ്. 1-ാം കൽപ്പന ലംഘനത്തിൽ തന്നെ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ട്? പൂർവിക ശാപത്തെക്കുറിച്ച് വ്യക്തമായ പ്രബോധനം തന്നിട്ടുണ്ട്. വീണ്ടും താഴോട്ടുള്ള പിന്നെയാണ് കൽപ്പനകൾ നമുക്ക് കിടക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ കൽപ്പനയ്ക്കും ശാപമുണ്ട്. പക്ഷേ അതിൻ്റെ കാഠിന്യം ഏറ്റവും ഏറുന്നത് എവിടെയാണ്? 1-ാമത്തെ കൽപ്പനയുടെ ലംഘനത്തിലാണ് ഇതിൻ്റെ കാഠിന്യം ഏറ്റവും ശക്തമായി, ഏറ്റവും പ്രതികൂലമായിട്ട് വരുന്നത്. ഇനി സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നമുക്ക് പൂർവിക ശാപം ഉണ്ടായിരുന്നോ? അനുഭവിച്ചോ? കഷ്ടപ്പെട്ടോ? പ്രതികൂലങ്ങളോട് നടക്കേണ്ടി വന്നോ? ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? 1-ാം കൽപ്പന നമ്മൾ ലംഘിച്ചു. എന്ത് ന്യായീകരണം പറഞ്ഞാലും നമുക്ക് ന്യായീകരണം ആയിരക്കണക്കിനുണ്ട്. അവർ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയത്. ദൈവം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് അത് പഴയ നിയമസഭയോടാണ്, അത് പുതിയ നിയമസഭയോടല്ല ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിന് ന്യായീകരണം നമുക്ക് വയ്ക്കാം. പക്ഷേ ഇതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകത്തില്ല. അതിൻ്റെ ശാപം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലെ ഞാൻ ജെറമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട് അനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധലിംഗങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. ദാനിയേൽ ഒരു പ്രവാചകനാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ പറയുന്നത്, ദാനിയേലായി ഞാൻ എൻ്റെ മുൻപേ സഞ്ചരിച്ച പ്രവാചകന്മാർ പ്രവചിച്ച 70 വർഷം
ഇതാ ഇസ്രായേൽ നിർജ്ജനമായി കിടക്കുന്ന പ്രവചനങ്ങളെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തു? ചിന്തിക്കുകയും പരിശോധിക്കുകയും അതിൻ്റെ ഒതന്റിസിറ്റി, അതിൻ്റെ ആധികാരികതയെ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് ആര് പറയുകയാണ്? ദാനിയേൽ പറയുന്നു. ഒന്നുകൂടി വായിച്ചോ മോനെ, ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. അവന്റെ വാഴ്ചയുടെ ഒന്നാം വർഷം ദാനിയേലായ ഞാൻ ജെറമിയ പ്രവാചകന്, ദാനിയേലിന് മുൻപേ പ്രവചിച്ച ജെറമിയ പ്രവചിച്ചു വെച്ചിരിക്കുന്ന കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച്, കർത്താവ് പറഞ്ഞിരിക്കുന്ന അരുളപ്പാടിനെ കുറിച്ച്, ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട, ജെറുസലേം എങ്ങനെയാണ് കിടക്കുന്നത്? നിർജ്ജനം, ജനമില്ലാതെ, ജനവാസമില്ലാതെ, ഒരു മനുഷ്യനുമില്ലാതെ കിടക്കുന്ന 70 വർഷത്തെ കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ ഞാൻ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ വാക്യം? ജെറമിയ 70 വർഷം ഇസ്രായേൽ വിജനമായി, ജനമില്ലാതെ, ജനവാസമില്ലാതെ കിടക്കുന്നതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് വായിച്ചു പോകാം എന്തായാലും. ജെറമിയ 25-ാം അധ്യായം 11-12 വാക്യം. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം എവിടെ ദാസ്യവൃത്തി ചെയ്യും? ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 29-ന്റെ 10 കൂടി വായിച്ചോ ബ്രദറെ. 29:10. ഞാൻ അവരെ അയച്ചിട്ടില്ല, കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എന്റെ വാഗ്ദാനം നിറവേറ്റും. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ബാബിലോണിലേക്ക് ചിതറിപ്പാർക്കേണ്ടി വന്നത്? കാരണം എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് വിഗ്രഹാരാധന നടത്തി, അശേരയുടെ, ബാലിൻ്റെ പ്രതിഷ്ഠകൾ നടത്തി, പല രീതിയിൽ തിന്മ ചെയ്ത രാജാക്കന്മാർ ജെറുസലേമിലും യൂദായിലും. നിങ്ങൾക്കറിയാം, 12 ഗോത്രങ്ങൾ രണ്ടായിട്ട് വിഭജിച്ച കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? യൂദയ എന്നതും ഇസ്രായേൽ എന്നും 2 രാജ്യമായി വിഭജിക്കുകയും 10 ഗോത്രങ്ങൾ ഒന്നിൻ്റെ കൂടെ പോവുകയും 2 ഗോത്രങ്ങൾ യൂദയായും 2 ഗോത്രങ്ങളായിട്ട് ഇപ്പുറത്തേക്ക് വിഭജിക്കുകയും, എന്നാൽ ഇവരെല്ലാം എന്ത് ചെയ്തു? ഒരുപോലെ വിഗ്രഹാരാധന ചെയ്തു. ഒരുപോലെ വിഗ്രഹാരാധന ചെയ്തു കഴിഞ്ഞപ്പോൾ വിജാതീയ രാജാക്കന്മാർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു, യൂദയായെയും ആക്രമിച്ചു. ഇവിടെയുള്ള ജനങ്ങളെ പിടിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോയി പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നു. എത്ര വർഷം? 70 വർഷം. ജെറമിയ വ്യക്തമായിട്ട് പ്രവചിച്ചു, നിന്റെ പാപം നിന്റെ മേൽ പതിക്കും, നിന്റെ തിന്മ നിന്റെ മേൽ പതിക്കും, നിന്റെ വിഗ്രഹാരാധന, നിന്റെ തിന്മ നിന്റെ മേൽ പതിക്കും. 70 വർഷം അവരെന്ത് ചെയ്തു? പ്രവാസത്തിൽ പോയി ജീവിക്കേണ്ടി വന്നു. ഇസ്രായേൽ എത്രയോ പ്രാവശ്യം പ്രവാസത്തിൽ പോയി. എത്ര പ്രാവശ്യം പ്രവാസത്തിൽ പോയി? എന്നിട്ട് അവർ പഠിച്ചോ? ഇല്ല. നമ്മളും അത് തന്നെയാണ്. ഏതാണ്ട് ഇസ്രായേലിന് അതേപോലെ തന്നെയാണ്. നമ്മൾ പറയും നമ്മൾ ദൈവജനമാണ്, പക്ഷേ നമ്മൾ പ്രവാസത്തിൽ പോയാലും നമ്മൾ പഠിക്കില്ല. ഇപ്പോൾ നമ്മൾ പ്രവാസത്തിൽ പോകുന്നുണ്ടോ? പുതിയ നിയമസഭയ്ക്ക് ഒരു പ്രവാസമുണ്ടോ? പുതിയ നിയമസഭയ്ക്ക് കുഷ്ഠമുണ്ടോ? കുഷ്ഠരോഗിയെക്കുറിച്ച് പഴയ നിയമ ലേവ്യ പുസ്തകം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രബോധനമുണ്ട്. കുഷ്ഠരോഗി ആ സമൂഹത്തിൽ ജീവിക്കരുത്, അവൻ എന്ത് ചെയ്യണം? പുറന്തള്ളപ്പെടണം, പുറത്ത് അവൻ ജീവിക്കണം എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ശിക്ഷ. ഇന്ന് കുഷ്ഠരോഗി അങ്ങനെ തള്ളപ്പെടുന്നുണ്ടോ? സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ടോ? ഇല്ല. പക്ഷേ സമൂഹം ആരും നിന്റെ വാക്കുകളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിന്റെ ചുറ്റുപാടുകൾ മുഴുവൻ, നിന്റെ കുടുംബം മുഴുവൻ, നിന്റെ വീട്, നിന്റെ മക്കള്, നിന്റെ മാതാപിതാക്കള്, ചുറ്റുമുള്ളവർ എല്ലാവരും നിനക്കെതിരാണെങ്കിൽ നീ ആരാണ്? കുഷ്ഠം ബാധിച്ച വ്യക്തിയാ. കാരണം നിന്നെ ഒറ്റപ്പെടുത്തുന്നത് ഏതോ പാപമാണ്. ആ തിന്മയെ ഓർത്ത് എപ്പോ മനസ്തപിക്കുന്നോ, എപ്പോ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നോ, നിന്റെ കൂടെ ആളുണ്ടാവും. ചില വ്യക്തികൾ പറഞ്ഞില്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും എനിക്കെതിരാ. എൻ്റെ വീട്ടിൽ എനിക്കെതിരാ. അമ്മായിമ്മ അത് പിന്നെ പറയണ്ട, അതെനിക്ക് ഭയങ്കര എതിരാ. അമ്മായിപ്പൻ അയ്യോ എൻ്റെ പൊന്നോ. നാത്തൂനോ അത് പിന്നെ പോര് മാത്രമേ ഉള്ളൂ. മക്കളോ അതും പോരെന്നേ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അപ്പം പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ ഇങ്ങനെ, ചില അമ്മച്ചിമാർ വന്ന് സങ്കടം പറയും. എല്ലാവരും ഈ അമ്മച്ചിക്ക് എതിരാണെങ്കിൽ ഒരടി പുറകോട്ട് മാറി നിൽക്കുക, അതിൽ ഇത്തിരി കുഷ്ഠമുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതോ മാരകമായ പാപത്തിൽ ഫിസിക്കലി കുഷ്ഠമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതോ മാരകമായ ഒരു പാപത്തിന് ഈ വ്യക്തി അടിമയാണ്. ആ അടിമത്തമാണ് ചുറ്റുപാടുകൾ മുഴുവൻ. ചിലപ്പോൾ നാവ് കൊള്ളത്തുണ്ടാവില്ല. നാവ് കുഷ്ഠം പിടിച്ചതിനേക്കാൾ വൃത്തികെട്ട നാവായിരിക്കും ഈ അമ്മച്ചിയുടെ. വരുമ്പോൾ അതിങ്ങനെയൊക്കെ വരും, 2 കൊന്തയും 3 പുസ്തകമൊക്കെ പിടിച്ചിട്ട് വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനകാരിയൊക്കെ ആയിരിക്കും, കയ്യിലൊരു കുരിശൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നാവ് എന്തായിരിക്കും? തീയിനേക്കാളും അപകടമുള്ള നാവായിരിക്കും. അതുകൊണ്ട് ആരും അടുപ്പിക്കാത്ത. അതിനെന്താ പറ്റേ? കുഷ്ഠം പിടിച്ച പ്രശ്നമാണെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരാലും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, സകലരാലും ഒറ്റപ്പെടുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്. ജെറമിയ പറഞ്ഞ 70 വർഷക്കാലത്തെ ഒരു പ്രവചനത്തെക്കുറിച്ച് പറയുകയാണ്.
ഇസ്രായേല് ആ പ്രവചനം പൂർത്തിയായോ ഇല്ലേ? ദാനിയേല് അപ്പോ ആ പ്രവാസത്തിലാ കിടക്കുന്നത്. ദാനിയേൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദാനിയേൽ ഇപ്പൊ എവിടെയാ? നബൂഖദ്നേസറിന്റെ കീഴില്, ഈ ബാബിലോണില്, ഇതേ ബാബിലോണില് ആ 70 വർഷം പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ദാനിയേൽ പറയുന്നത്, ഇത് വെറുതെയല്ല സംഭവിച്ചത്. എൻ്റെ മുത്തശ്ശനായ ജെറമിയ പ്രവചിച്ച പ്രവചനം എന്ത് സംഭവിച്ചു? 70 വർഷം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല, കൃത്യമായി അത് സംഭവിച്ചു. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തെ ഓർത്ത് ദാനിയേൽ പ്രാർത്ഥിക്കുക. വീണ്ടും ദാനിയേൽ എടുക്കാം. ദാനിയേലിന്റെ 9-3 വാക്യം മുതൽ നമുക്കൊന്നുകൂടി വായിക്കാം. അപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു, അതായത് ദാനിയേല് അനുഭവിക്കുമ്പോഴെങ്കിലും അവനൊരു കണ്ണ് തുറക്കാനൊരു സാധ്യതയുണ്ട്. ദാനിയേൽ നോക്കുമ്പോൾ ദാനിയേൽ എവിടെ ജീവിക്കേണ്ടവനാ? യഥാർത്ഥത്തിൽ സ്വന്തം രാജ്യത്ത് ജീവിക്കേണ്ടവനാ. പക്ഷെ എവിടെ ജീവിക്കുന്നത്? ഇവിടെ അടിമത്തത്തിൽ, ബാബിലോണിലാണ് അവൻ ജീവിക്കുന്നത്. ഈ പറയുന്ന 70 വർഷക്കാലം അവിടെ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കേണ്ട ഞാൻ ഇവിടെ ജീവിക്കുന്നതിന്റെ കാരണം പാപം. ആരുടെ പാപമാണ്? പൂർവികരുടെ പാപമാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന എന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന താഴോട്ട് വായിച്ചു. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. 5-ാം വാക്യം വായിച്ചു. ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും. ദാനിയേലില് ഈ പറയുന്ന ആദത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. പഴമൊഴി കൊണ്ടുവന്ന ആദത്തിന്റെ ആത്മാവ് ദാനിയേലിൽ കാണാൻ പറ്റുമോ? എൻ്റെ അപ്പൻ ചെയ്തതിന്റെ നാശമാണ് ഞാൻ അനുഭവിക്കുന്നതാണെന്നാണോ ദാനിയേൽ പറഞ്ഞത്? അല്ല, ദാനിയേൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്ന വാക്ക ഉപയോഗിച്ച്. എന്താ പറഞ്ഞത്? ഞങ്ങൾ. വായിച്ചോ, 5-ാം വാക്യം വായിച്ചോ. ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്നും അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കൽപ്പനകളെ, ചട്ടങ്ങളെ, അവന്റെ കൽപ്പനകളിൽ നിന്നും ഞങ്ങൾ ലംഘിച്ചു. ദാനിയേൽ ഏത് കൽപ്പന ലംഘിച്ച്? വല്ലത് ലംഘിച്ചോ? ദാനിയേൽ വിഗ്രഹാരാധന ചെയ്തോ? ദാനിയേൽ അവിടെയുള്ള വിഗ്രഹത്തെ അവൻ കുമ്പിട്ടോ? ഇല്ല. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുക. ദാനിയേലിന് അവനോട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് ഇത്ര ദിവസം കൃത്യമായ കൽപ്പന രേഖ ഒപ്പുവെച്ച് കൽപ്പന പുറപ്പെടുവിച്ചു, ഈ പറയുന്ന വിഗ്രഹത്തെ മാത്രം വണങ്ങണം. ദാനിയേൽ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് അവൻ നേരെ ജെറുസലേമിലെ നോക്കി തൻ്റെ കർത്താവായ യഹോവയെ മാത്രം ദാനിയേൽ ആരാധിച്ചു. ദാനിയേലിനെ കൊല്ലാൻ തന്നെയാണ് ഈ കൽപ്പന കൊണ്ടുവന്നത്. ദാനിയേലിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൽപ്പന കൊണ്ടുവന്നത്. കാരണം ദാനിയേൽ ആർക്കും കീഴ്വഴങ്ങത്തില്ല. രാജാവ് വലിയൊരു ബിംബം ഉണ്ടാക്കി വെച്ചു, അതിനെ കുമ്പിടണം എന്ന് പറഞ്ഞു, അതിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു, പോയി പണി വെക്കാൻ പറഞ്ഞു, അല്ലേ? ദാനിയേലിന്റെ മുമ്പിലുള്ള ഈ 3 യുവാക്കന്മാർ അവരും അത് തന്നെ അവർ ചെയ്തോ? ദൈവത്തെ ആരാധിച്ചില്ല. അവരെ തീച്ചൂളയിലിട്ടു, ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു. പക്ഷെ ഇതുകൊണ്ടൊന്നും അവരെന്ത് ചെയ്തില്ല? വിഗ്രഹാരാധന നടത്തിയില്ല, കൽപ്പനകളെ ലംഘിച്ചില്ല. ഈ കൽപ്പനകളെ ലംഘിക്കാതെ വളരെ കൃത്യമായി കൽപ്പനകളെ പാലിച്ച ദാനിയേൽ പറയുകയാണ്, ഞങ്ങൾ കൽപ്പന ലംഘിച്ചു, ഞങ്ങൾ ഈ പറയുന്ന എല്ലാ പാപവും ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒന്നുകൂടി വായിച്ചോ ആ വാക്യം, 5-ാം വാക്യം ഒന്നുകൂടി വായിച്ചോ. ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്നും അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. ഈ പ്രവാചകന്മാരുടെ വാക്കുകളൊന്നും ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവേ, നീതി അങ്ങയുടേതാണ്, എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരായി ചെയ്ത വഞ്ചന. പ്രവാചകന്മാർ മുഴുവൻ പ്രവചിച്ചത് എന്തുവായിരുന്നു? ഏശയ്യ പ്രവചിച്ചത് എന്തുവാ? ഏലിയ പ്രവചിച്ചത് എന്തുവാ? എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനം നിങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്ന് അകലുക, കൽപ്പനകളെ ലംഘിക്കരുത്, കൽപ്പനകളെ പാലിക്കണം, ദൈവിക കൽപ്പനകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? തെറ്റ് ചെയ്യരുത്, നിങ്ങൾ തിരിച്ചു വരണം. എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനം തന്നെയായിരുന്നില്ലേ? സകല പ്രവാചകന്മാരും ഇത് തന്നെയായിരുന്നു. അശേരയുടെ 450 പ്രവാചകന്മാരും ബാലിൻ്റെ 450 പുരോഹിതന്മാരും കൂടെ വലിയ രീതിയിൽ തിന്മ ചെയ്തപ്പോഴും ഏലിയ ഒറ്റയ്ക്ക് ഒരേ ഒരു വ്യക്തിയായി നിന്നുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. ഒരു കോംപ്രമൈസും ഇല്ലാതെ, ആരുമില്ല. ഏലിയ നിലവിളിച്ച് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ മാത്രമുള്ളൂ, ഒരൊറ്റെണ്ണം പോലും ഇല്ല. അപ്പോൾ ഏലിയോട് പറയും, കർത്താവ്, നീ മാത്രമല്ല, ഞാൻ കുറേ എണ്ണത്തിന് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്, നീ പേടിക്കണ്ട. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ
ഇതൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേൽ എന്ത് ചെയ്തു? പ്രവാസത്തിലേക്ക് പോയി. ഇസ്രായേൽ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായ പ്രവാസത്തിലേക്ക്, കഷ്ടത്തിലേക്ക്, ദുരിതത്തിലേക്ക് കടന്നുപോയി. ഒരു കോംപ്രമൈസ് ഉണ്ടായില്ല. എന്നിപ്പോൾ അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിയമം ലംഘിച്ചു. ദാനിയേൽ നിയമം ലംഘിച്ചോ? ഇല്ല. പാപം ചെയ്തോ? ഇല്ല. തിന്മ ചെയ്തോ? ഇല്ല. വിഗ്രഹങ്ങൾ ആരാധിച്ചോ? ഇല്ല. ഒരു സ്ഥലത്തും അവൻ ചെയ്ത് കാണുന്നില്ല. പക്ഷെ ദാനിയേലിൻ്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾ എന്നാണ് ദാനിയേൽ അഭിസംബോധന ചെയ്യുന്നത്. വീണ്ടും എസ്ര അതിൻ്റെ 9-ാം അധ്യായം 5-7 വാക്യം, 5 മുതൽ 7 വരെ വാക്യങ്ങൾ. എസ്ര പ്രവചനം, എസ്ര നെഹമിയ, അങ്ങനെയായിരിക്കും നമ്മൾ POC ബൈബിളിൽ കിടക്കുന്നത്. അതിനകത്ത് എസ്ര അതിൻ്റെ 9-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ വായിച്ചു. സായാഹ്ന ബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രങ്ങളും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിന്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു. അവിടെയും കർത്താവിന്റെ മുമ്പിൽ ഒരു വലിയ ശക്തമായ ഒരു ഉപവാസമാണ് കാണുന്നത്. ആ ഉപവാസത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ. അടുത്ത വാക്യം മുതൽ വായിക്കുമ്പോൾ, എൻ്റെ ദൈവമേ അങ്ങയുടെ നേർക്ക് മുഖമുയർത്തുവാൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ തിന്മകൾ. ഇവിടെ ദാനിയേൽ പറയുമ്പോൾ പ്രവാചകന്മാർ പറഞ്ഞത്, എസ്ര പ്രവാചകനാ, ആ പ്രവാചകൻ പറയാ ഞങ്ങളുടെ തിന്മകൾ. അദ്ദേഹം പാപം ചെയ്തിട്ടാണോ? അല്ല. പക്ഷെ അവിടെയും പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന വാക്ക് ഞങ്ങളുടെ പാപങ്ങൾ. കാരണം അത് എന്തിനെ ബോധ്യത്തിലാ? പൂർവികന്മാർ ചെയ്തു വെച്ച പാപത്തിന്റെ അനന്തരഫലം ആരനുഭവിക്കുന്നു? ഈ പറയുന്ന എസ്ര അനുഭവിക്കുന്നു. ദാനിയേൽ ഇപ്പോൾ പ്രവാസത്തിൽ കിടക്കുന്നതിന്റെ കാരണം എന്തുവാ? ആ ദേശം മുഴുവൻ ശാപത്തിലായിരുന്നതിന്റെ കാരണം എന്തുവാ? ഇസ്രായേൽ മുഴുവൻ പ്രവാസത്തിൽ പോയിരുന്നതിന്റെ കാരണം എന്തുവാ? ഈ ഒരൊറ്റ കാരണമാണ് എന്നുള്ളത് വിശ്വാസത്തിൽ ആ ബോധ്യമുള്ളത് കൊണ്ടാണ് എസ്ര ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും യെശയ്യാ പ്രവചനം അതിൻ്റെ 64-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ, അത് 5 മുതൽ 9 വരെയുള്ള എല്ലാ വാക്യങ്ങളിലും നമുക്ക് പ്രത്യേകമായ ബോധ്യങ്ങൾ ദൈവം തരുന്നുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ വീട്ടിൽ പോയിട്ട് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഇപ്പൊ നമുക്ക് 5-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. യെശയ്യാ പോലും, യെശയ്യാ വല്ല പാപം ചെയ്തിട്ടാണോ പറയുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ യേശുവിനെ കുറിച്ചുള്ള സകല പ്രബോധനങ്ങളും യെശയ്യാ 53 വായിക്കുമ്പോൾ, നമ്മൾ ഇന്ന് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ട് അല്ലേ? മിക്കവരും കണ്ടിട്ടില്ലേ? കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, കണ്ടിട്ടുണ്ട്. അന്ന് കണ്ട് കരഞ്ഞവരായിരിക്കും നമ്മൾ. മിക്കവരും കരഞ്ഞിട്ടുണ്ടാകാം. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയേക്കാൾ പെർഫെക്റ്റ്ലി ക്രിസ്റ്റൽ ക്ലിയറായി ആര് കണ്ടു? യെശയ്യാ കണ്ടു. അതാണ് യെശയ്യാ 53. മനുഷ്യനെന്ന് തോന്നാത്ത വിധം വികൃതനായി ഉഴവ് ചാൽ പോലെ ഒഴുകുന്ന ഒരു ശരീരം. എനിക്ക് തോന്നുന്നു ഒരിക്കലും മെൽ ഗിബ്സൺ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ ഉഴവ് ചാൽ പോലെ ഒഴുകുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ അന്ന് ആ സിനിമ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത് എക്സാജുറേഷൻ, അയ്യോ മേക്കപ്പ് ചെയ്ത് കൊളാക്കി വെച്ചേക്കാണല്ലോ, ഇത്രയൊക്കെ പറ്റുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ യെശയ്യാ 53 വായിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു 50% പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുക. കാരണം ഉഴവ് ചാൽ പോലെ ഒഴുകുന്ന ഒരു മനുഷ്യനെന്ന് തോന്നാത്ത വിധം വികൃതമാകുന്ന തരത്തിലാണ് നമ്മുടെ പാപങ്ങൾ ആര് വഹിച്ചത്? യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചത് എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ്ലി കണ്ടവനാണ് ആര്? യെശയ്യാ. ആ യെശയ്യാ കണ്ട ആ വലിയ വിഷൻ അവൻ എഴുതി വെച്ചു. അതേ യെശയ്യാ 64-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ പൂർവീകരുടെ സകല പാപങ്ങളെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ പാപം ചെയ്തു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വായിച്ചോ വാക്യം. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. എൻ്റെ അപ്പം പാപം ചെയ്തു എന്നാണ് പറഞ്ഞത്. എൻ്റെ വല്യപ്പാപ്പൻ പാപം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പഴമൊഴി ഇനി നിർത്തണം. എൻ്റെ അപ്പൻ്റെ, എൻ്റെ വല്യപ്പൻ്റെ, കൊച്ചപ്പൻ്റെ പാപമാണ് ഇപ്പോഴും ഞാൻ വഹിക്കുന്നത് എന്ന പഴമൊഴി ഞാൻ നിർത്തണം. പകരം എന്ത് ചെയ്യണം? ഞങ്ങളുടെ പാപമെന്ന് തിരുത്തി പറയാൻ പറ്റണം. എങ്ങനെ? മറ്റുള്ളവൻ്റെ പേരിലേക്ക് പൂർവിക ശാപത്തെ ആണെന്ന് പറയരുത്, പകരം നമ്മുടെ പാപമെന്ന് ഏറ്റു പറയാൻ പറ്റണം. അതാണ് ക്രിസ്തീയ വിശ്വാസിക്ക് വേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കുറ്റം ചാരി മറ്റുള്ളവൻ്റെ തലയിലേക്ക് വെക്കുകയാണ് ചെയ്യണ്ടേ? അല്ല, ഇതിനും കാരണമുണ്ട്. അതിൽ കാരണത്തിലേക്ക് ഞാൻ വരാം. അതായത് നമ്മുടെ പാപം എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ദാനിയേൽ പറഞ്ഞതിനോ എസ്ര പറഞ്ഞതിനോ യെശയ്യാ പറഞ്ഞതിനോ ഒറ്റ കാരണമേ ഉള്ളൂ. പൂർവിക ശാപമെന്ന ഒറ്റ മേഖല മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ പറയുന്നതിന് വേറെ കുറേ കാരണം കൂടിയുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു വരാം. പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 109-ാം അധ്യായം 14-15. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ
കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ. അവന്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ. ദൈവമേ, മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിരന്തരം കർത്താവിന്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ നോക്കിയേ, സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാ പുതിയ നിയമം നമ്മളോട് പറഞ്ഞേ? ശപിച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ 109 സങ്കീർത്തനം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞത് ശപിച്ച് പ്രാർത്ഥനയാണോ അനുഗ്രഹിച്ച് പ്രാർത്ഥനയാണോ? എങ്ങനെയുള്ള പ്രാർത്ഥനയാ? ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവചനം ശാപത്തിൻ്റെ വചനമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ പിതാവിൻ്റെ പാപം ദൈവമേ മറക്കരുതേ, അവൻ്റെ മാതാവിൻ്റെ പാപം നീ ഒരിക്കലും മറക്കരുതേ. അതെല്ലാം ഓർത്ത് താഴോട്ട് വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോ, നമുക്ക് മനസ്സിലാവും. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ. അവന്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ. അടുത്ത വാക്യം വായിച്ചോ. അവൻ നിരന്തരം കർത്താവിന്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ. അവന്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ. എന്തെന്നാൽ അവന്റെ തലമുറ ഇല്ലാതെ ആവട്ടെ, അവന്റെ മക്കൾ തകർക്കപ്പെടട്ടെ, അവന്റെ ഭാര്യ ഇല്ലാതെ ആകട്ടെ. ഇത് വേറെ സങ്കീർത്തനത്തിന് കിടക്കുന്നുണ്ട്. ഇത് യൂദാസിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിനെ കുറിച്ചുള്ള സങ്കീർത്തനമാണ്. വരാനിരിക്കുന്ന സംഭവത്തിന്റെ പ്രവചനമാണത്. പ്രവചനാത്മാവിൽ സങ്കീർത്തനം പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അവന്റെ തലമുറ അവശേഷിക്കത്തില്ല, അവന്റെ തലമുറ എന്ത് ചെയ്യും? തകരും, നശിക്കും. നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളൊരു പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ മറ്റുള്ളവന്റെ പാപം ക്ഷമിച്ചതുപോലെ എൻ്റെ പാപം ക്ഷമിക്കപ്പെടട്ടെ. ഇതേ ക്ലോസ് തന്നെ ഇവിടെ കിടക്കുന്നത്. ഇതേ മെയിൻ ക്ലോസ് തന്നെയാണ് ഈ സങ്കീർത്തനം 109 കിടക്കുന്നത്. ദൈവത്തെ തകർത്തവൻ, ദൈവത്തെ ഒറ്റുകൊടുത്തവൻ, ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തവൻ നശിപ്പിക്കപ്പെടുമെന്നുള്ള പ്രബോധനം പ്രവചനത്തിൻ്റെ ആത്മാവിൽ ആര് വിളിച്ചു പറയുകയാണ്? ആഹാസ് വിളിച്ചു പറയുക. സങ്കീർത്തനത്തിലൂടെ 109 സങ്കീർത്തനത്തിലൂടെ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയാണ്. ആത്മാവിനെ അറിയുള്ളൂ ഇതെന്താണെന്നുള്ളത്. ഈ പറയുന്ന വ്യക്തിക്ക് പോലും ഇതറിയത്തില്ല. എന്താണ് സംഭവം? വരാനിരിക്കുന്ന പ്രവചനമാണ്. അടുത്ത വാക്യം പറയാണ്, അവൻ്റെ തലമുറ നശിക്കട്ടെ, അവൻ്റെ ഭാര്യ നശിക്കട്ടെ, അവൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകട്ടെ, അവൻ്റെ സകലത്, അവൻ്റെ അപ്പൻ്റെ പാപം ഓർമ്മിക്കണമേ, അവൻ്റെ അമ്മയുടെ പാപം പോലും ദൈവമേ നീ മറക്കരുതേ. സത്യത്തിൽ യേശുവിനെ ഒറ്റുകൊടുത്തത് ആരാ? യൂദാസിൻ്റെ അപ്പൻ ഒറ്റുകൊടുത്തോ? ഇല്ല. യൂദാസിൻ്റെ അമ്മ ഒറ്റുകൊടുത്തോ? പക്ഷെ യൂദാസിൻ്റെ അപ്പൻ പോലും ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു, അല്ലേ? യൂദാസ് ചെയ്ത പാപത്തിന് സകലത്തിൻ്റെയും മേൽ ശിക്ഷ വിധിക്കുന്നൊരു ദൈവം, അല്ലെങ്കിൽ എവിടെ തുടങ്ങി? ആബേൽ മുതൽ യൂദാസിൻ്റെ പാപം വരെ ആര് ഏറ്റെടുക്കേണ്ടി വന്നു? ഈ പറയുന്ന മുഴുവൻ ഇസ്രായേലും ഏറ്റെടുക്കേണ്ടി വന്നു. 70 വർഷം ഇവിടെ എവിടേക്ക് പോയി? പ്രവാസത്തിലേക്ക് പോയി, അല്ലേ? എത്ര വർഷം പോയി? 70 വർഷം. വെറും 70 വർഷം ഇസ്രായേൽ ഈ പറയുന്ന ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി. തിരിച്ചു നിന്നപ്പോൾ അവിടെ ഒന്നുമില്ലാത്ത വണ്ണം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ദേവാലയം പുനരുദ്ധരിക്കുന്നു. എസ്രാ നെഹമിയൊക്കെ പിന്നെയും പോയിട്ട് ദേവാലയം പുനരുദ്ധരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പല പ്രാവശ്യം, 3 പ്രാവശ്യം പ്രധാനമായ പ്രവാസത്തിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെ പ്രവാസത്തിലേക്ക് പോയിട്ടും ഇസ്രായേൽ പഠിച്ചോ? പ്രവചനങ്ങളെ അവർ വിശ്വസിച്ചോ? ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കയിൽ നിന്നും അവരെന്തെങ്കിലും പിന്മാറിയോ? ഇല്ല. അവർ വളരെ മാന്യമായിട്ട്, വളരെ ശ്രേഷ്ഠമായിട്ട് പറയുകയാണ്, ഞങ്ങളൊരു പ്രവാചകരെയും കൊന്നിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. യേശു ഒരു ഉപമ പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് രാജു വായിച്ചിട്ടുണ്ടോ? മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ എന്താ? ഈ ഉപമ എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? യേശു പറഞ്ഞ ഉപമ, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, ഞാൻ പല ആളുകളെ വിട്ടു, നിങ്ങൾ ആരെയും വകവെച്ചില്ല, ചിലരെ നിങ്ങൾ കൊന്നു, ചിലരെ നിങ്ങൾ കല്ലെറിഞ്ഞു. ഇത് തന്നെയല്ലേ യേശു പുറത്ത് പറഞ്ഞിരിക്കുന്നത്? മത്തായി സുവിശേഷം 24 പറഞ്ഞിരിക്കുന്നത്, ഞാൻ പലരെയും വിട്ടു, നിങ്ങൾ ചിലരെ കല്ലെറിഞ്ഞു, നിങ്ങൾ ചിലരെ കൊന്നു, ഈ തലമുറ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. യേശു ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോഴേ മറ്റൊരു മനസ്സിലായി, ഇത് ആരെക്കുറിച്ചാ? ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെയാണെന്ന് ആർക്കും മനസ്സിലായി? യഹൂദർക്കും അവിടെ ഉണ്ടായിരുന്ന പുരോഹിതർക്കും പ്രമാണികൾക്കും മനസ്സിലായി. പക്ഷെ അവരത് അംഗീകരിച്ചില്ല. അത് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ അതിൻ്റെ 34 മുതൽ വാക്യങ്ങളിൽ പറഞ്ഞത്, നിങ്ങൾ ശപിക്കപ്പെടും, നിങ്ങൾ തകർക്കപ്പെടും, പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. ആബേൽ മുതൽ സക്കറിയ വരെയുള്ള
സകല പാപവും ശാപവും നിങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് പ്രവചനം എടുക്കുക. ദാനിയേലിന്റെ പുസ്തകം വീണ്ടും എടുക്കുക. 9-ാം അധ്യായം നമ്മൾ വീണ്ടും എടുക്കുകയാണ്. അതിൻ്റെ 16 മുതൽ നമുക്കൊന്ന് വാക്യങ്ങൾ വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം. കർത്താവേ, അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവർത്തികൾക്ക് തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധഗിരിയായ ജെറുസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറുസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്നാ വിഷയമായി. ഇതൊക്കെ ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് സകല പ്രാർത്ഥനയും നടത്തി ദാനിയേൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ 26-ാം വാക്യത്തിൽ 25 മുതൽ വായിച്ചോ. അതായത് വലിയൊരു പ്രവചനം ദാവീദ് നടത്തുക, അല്ല ദാനിയേൽ നടത്തുകയാണ്. അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷക്തനായ ഒരു രാജാവ് വരുന്നത് വരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. അതായത് ജെറമിയ പ്രവചിച്ചത് 7 ആഴ്ചകളുടെ 70 ആഴ്ചവട്ടത്തിന്റെ പ്രവാസത്തെ കുറിച്ചാണ് ജെറമിയ പ്രവചിച്ചത്. നമ്മളത് വായിച്ചല്ലോ അല്ലേ? 2 പ്രാവശ്യം വായിച്ചു. ജെറമിയ 70 വർഷക്കാലം എവിടെ പോയി കിടന്നു? ബാബിലോൺ പ്രവാസത്തിൽ പോയി കിടന്നു. ഒരു കോംപ്രമൈസ് ഉണ്ടായില്ല. ഈ പ്രവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ മറ്റൊരു പ്രവചനം നടത്തുകയാണ്. ആ പ്രവചനം എങ്ങനെയാണ്? ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നത് വരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടതകൾ നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. ഇങ്ങനെ ജെറുസലേം വളരെ വലുതായി പണിയപ്പെടുമെന്ന് പറഞ്ഞിട്ട് 26-ാം വാക്യം പറയാണ്, 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. നിങ്ങൾ ഈ കണക്കെടുത്ത് നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കണക്ക്. അതായത് എസ്രയാ നെഹമിയയുടെ കാലത്ത് ഈ ജെറുസലേം പുനർനിർമ്മിച്ചതിന് ശേഷം കൃത്യം 62 ആഴ്ചവട്ടത്തിന് ശേഷം യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു. അഭിഷിക്തൻ അകാരണമായി ക്രൂശിക്കപ്പെടുന്നു. അവൻ്റെ പാപം ആരുടെ മേൽ പതിക്കുന്നു എന്നും കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. താഴോട്ട് വായിച്ചോ. അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം പ്രളയമായിരിക്കും. വിശുദ്ധ നഗരം ഏതാ? ജെറുസലേം. ഈ പറയുന്ന വിശുദ്ധ നഗരം ജെറുസലേമിനെ കുറിച്ചാണ് ദാനിയേൽ പറയുന്നത്. ഈ വിശുദ്ധ നഗരവും എന്തൊക്കെ വിച്ഛേദിക്കപ്പെടും? വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. സകല ആളുകളെയും നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും, അല്ലെ? പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും. അവസാനം വരെ യുദ്ധമുണ്ടാകും. നാശം വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി. പിന്നീട് അങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ. വിനാശത്തിൻ്റെ മ്ലേച്ഛത വരും. അതെവിടെ വരും? ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ വരുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ജെറുസലേമിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ 1800 വർഷം ജെറുസലേമിന് എങ്ങനെ കിടന്നു? ജനവാസമില്ലാതെ മരുഭൂമി. നിങ്ങൾ വെറുതെ നിങ്ങളുടെയൊക്കെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഗൂഗിള്. 1800-കളിൽ ജെറുസലേം എങ്ങനെയായിരുന്നു? 1800-കളിൽ ഇസ്രായേൽ എങ്ങനെയായിരുന്നു? ആകെ ജെറുസലേം മാത്രം കുറച്ച് സംരക്ഷിക്കപ്പെട്ടു. അതെപ്പോഴാ? ഈ പറയുന്ന മറ്റേ 3-ാം നൂറ്റാണ്ടിൽ മറ്റേ രാജ്ഞി വന്നതിന് ശേഷം രാജ്ഞി വന്ന ഒരു പുനരുദ്ധാരണം നടത്തി കുറേയൊക്കെ ഒന്ന് സംരക്ഷിച്ചു. പിന്നെയും വന്ന് തകർത്തു, പിന്നെയും സംരക്ഷിച്ചു, പിന്നെയും തകർത്തു, പിന്നെയും സംരക്ഷിച്ചു. എത്രയോ പ്രാവശ്യം ഇസ്രായേൽ ഈ പറയുന്ന പലസ്തീനിയ പ്രദേശം പ്രവാസത്തിലേക്ക്, തകർച്ചയുടെ നാശത്തിൻ്റെ കൂമ്പാരത്തിലേക്ക് പോയി. ഇന്ന് ആകെ അവിടെ ഉള്ളത് ജെറുസലേം വാള് മാത്രമാണ്, ഒരു മതിൽ മാത്രം, വിലാപ മതിൽ മാത്രം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ദേവാലയം ഉണ്ടോ? ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ കല്ലുണ്ടോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിക്കുമെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ജെറുസലേമേ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്ന് യേശു പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ചോ? സംഭവിച്ചു. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദാനിയേൽ പ്രവചിച്ചു വെച്ചിരിക്കുന്നതാ. ദാനിയേൽ പറഞ്ഞ എന്തുവാ? 62 ആഴ്ചത്തിന് ശേഷം ജെറുസലേം നിർജ്ജനമാകും, പൂർണ്ണമായി വീണ്ടും അത് പ്രവാസത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. ഇന്ന് ഈ കേരളത്തിലെ ഈ പറയുന്ന കൊച്ചിയിൽ വരെ യഹൂദര് താമസിച്ചു, ഗോവയിൽ താമസിച്ചു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലേക്ക് അവർ ചേക്കേറി പാർക്കേണ്ടി വന്നു. സ്വന്തമായൊരു രാജ്യമില്ലാതെ, ഒരു സ്ഥലമില്ലാതെ, ഒരു സെൻറ്റ് ഭൂമി പോലും സ്വന്തമായി വാങ്ങാൻ കഴിയാതെ അവർ കഷ്ടത അനുഭവിച്ച പ്രവാസത്തിൽ കടന്നു. 1800-ലധികം വർഷം. 1-2 വർഷമല്ല, ഇത്രയും അധികം വർഷം. എന്തുകൊണ്ടാണ്? ആബേൽ മുതൽ സക്കറിയ വരെയുള്ള സകല പ്രവാചകന്മാർക്കും എതിരെ അവർ ചെയ്ത എല്ലാ പ്രവർത്തികളും അവിടം കൊണ്ട് നിന്നില്ല. ഏറ്റവും ശക്തനായ അഭിഷിക്തൻ
സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ മിശിഹായെ അകാരണമായി വിച്ഛേദിച്ചു. അവൻ്റെ എല്ലാ രക്തത്തിനും ആര് ബലി കൊടുക്കേണ്ടി വന്നു? സഹനം ഏറ്റെടുക്കേണ്ടി വന്നു, കഷ്ടത സഹിക്കേണ്ടി വന്നു. ഇസ്രായേൽ ദേശം മുഴുവൻ അത് അനുഭവിക്കേണ്ടി വന്നു. പുതിയ നിയമവും കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമുക്കറിയാം. യേശുവിൻ്റെ കാൽവരി ക്രൂശോടുകൂടെ സഹനങ്ങളെല്ലാം അവസാനിച്ചോ? പൂർവികശാപം അവസാനിച്ചോ? അങ്ങനെയാണെങ്കിൽ AD 70 സംഭവിക്കരുതായിരുന്നു. യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചതോടെ സകല പൂർവിക ശാപവും അവസാനിച്ചു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എല്ലാ പൂർവിക ശാപവും തീർന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ AD 70 പിന്നെ എന്തുകൊണ്ട് ജെറുസലേം നശിച്ചു? ജെറുസലേം തകർന്നു. AD 140 പൂർണ്ണമായി നശിച്ചു. എത്രയോ വർഷം അത് നിർജ്ജനമായി കിടന്നു. ഈ ഒരു കാര്യമല്ലേ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അങ്ങനെ സംഭവിച്ചുവെങ്കിൽ യേശു കാൽവരിയിൽ മരിച്ചതോടുകൂടെ പൂർവിക ശാപം അവസാനിക്കുകയല്ല, യേശുവിനോടുകൂടെ ഐക്യപ്പെടുന്നവൻ എന്തില്ല? ശിക്ഷാവിധിയില്ല, ശാപമില്ല, ബന്ധനമില്ല. അതല്ലാതെ ക്രിസ്തീയ നാമധാരിയോടല്ല അത് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവൻ. ജെറമ്യാ പുസ്തകം അതിൻ്റെ 31-ാം അധ്യായം 29 വാക്യം മുതൽ ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. പിതാക്കന്മാർ പച്ചമുന്തിരിക തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയില്ല. കാരണം അത് യേശു ക്രിസ്തു കാൽവലിയിൽ ക്രൂശിതനാവുന്ന നാളുകളെ കുറിച്ചാണ് ജെറമ്യാ പറയുന്നത്. നാളുകളിൽ? ആ നാളുകളിൽ അവർ പറയുകയില്ല. എന്നാൽ അതേ ജെറമ്യാ തന്നെ 70 വർഷക്കാലം പ്രവാസത്തിലേക്ക് ബാബിലോണിലേക്ക് പോകുമെന്ന് അതേ ജെറമ്യാ തന്നെ പ്രവചിച്ചു. അത് 29-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം, 25-ാമത്തെ അധ്യായത്തിലും കാണാം. അപ്പോൾ പൂർവിക ശാപത്തെ പൂർണ്ണമായി ജെറമ്യാ മാറ്റുകയല്ല, പകരം ഇപ്പോഴും അനുഭവിക്കുന്നു, ഇനിയും അനുഭവിക്കും. ജെറമ്യായുടെ കാലത്തിന് ശേഷം ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകും, അതിനും മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു നാളുണ്ട്, ആ നാളിനെ കുറിച്ച് ജെറമ്യാ ഒരു വിഷൻ കാണുകയാണ്. ആ വിഷൻ കണ്ടുകൊണ്ട് പറയുകയാണ്, ആ നാളുകളിൽ നിങ്ങളത് പറയില്ല. ആ നാളെ ഏതാണെന്ന് പറയുക. താഴോട്ട് വായിച്ചോ. ഓരോരുത്തരും അവനവന്റെ അകൃത്യ നിമിത്തമാണ് മരിക്കുക. അകൃത്യ നിമിത്തമാണ് നമ്മൾ മരിക്കുക. പച്ചമുന്തിരിക തിന്നുന്നവന്റെ പാപം ചെയ്യുന്നവന്റെ പല്ല് മാത്രമേ പുളിക്കത്തുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. 33-ാം വാക്യം വായിച്ചോ. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. 3 കാര്യങ്ങൾ. ഒന്നാണ്, എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ ചുരുങ്ങിയ ചെറിയൊരു ഉദാഹരണം ചോദിക്കും. ഇപ്പം ഇന്ന് എൻ്റെ ഇടവകയിൽ അമ്പൂരിനാളായിരുന്നു. അമ്പൂരിനാൾ എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടി ചെണ്ടയും കൊട്ടി മറ്റേ അമ്പ് എടുത്തിട്ട് വന്നു. എൻ്റെ ചെറിയ കൊച്ചിന് അത് പെരുന്നാളാണ്, അത് ആഘോഷമാണ്. അവൾ പെരുന്നാൾ വാ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു പോകണ്ട, താല്പര്യമില്ല, അത് നമുക്കുള്ള പെരുന്നാളല്ല, അത് ദൈവത്തിൻ്റെ അല്ല, കർത്താവുമായി യാതൊരുവിധ ബന്ധവുമില്ല, അത് ക്രിസ്തീയമല്ല, അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഈ കൗതുകമായിട്ടുള്ള കാഴ്ച കാണാൻ അവൾ ടെറസിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറി ഇരുന്നിട്ട് അവളിങ്ങനെ കണ്ടു. അപ്പോൾ ഇവളെ കളിപ്പിക്കുന്ന എൻ്റെ ചേട്ടന്മാരുടെ പിള്ളേരും എല്ലാവരും കൂടി അതിലൂടെ പോകുമ്പോൾ എല്ലാവരും വാ ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നു. കൊച്ചെന്നോട് വീണ്ടും ചോദിക്കുന്നു പോകട്ടെ. ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞാൽ അവിടെ വന്നു. അവരാരും ചോദിച്ചില്ല അമ്പ് വേണമെന്ന് എന്നോട് ചോദിച്ചില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത് ഞാൻ കയറ്റാറില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരാളും എന്നോട് ചോദിച്ചില്ല ഇത് വേണോ, ഇതിൻ്റെ അനുഗ്രഹം വേണമെന്ന് ഒരാളും ചോദിച്ചില്ല. കാരണം അവർക്ക് എന്തുണ്ട്, അവർക്ക് നല്ല പരിചയമുണ്ട്. ഞാനിത് സ്ഥിരമായി ഈ പരിപാടി ചെയ്യാറില്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഇനി അമ്പ് കയറ്റാത്തതിനെ ഓർത്ത് മനസ്സിൽ വിഷമമുള്ള ആരും എൻ്റെ വീട്ടിലും ഇല്ല. ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ കാണുമ്പോൾ നമുക്കിപ്പോൾ കുമ്പിടാൻ തോന്നാറുണ്ടോ? ഒന്ന് ഉമ്മ വയ്ക്കാൻ തോന്നാറുണ്ടോ? ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നാറുണ്ടോ? ഒരു പൂവൊന്നും വെക്കാത്തതിൻ്റെ വിഷമം നെഞ്ചിൽ ഹൃദയത്തിൽ തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പണ്ടിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണല്ലോ അല്ലേ? ആവശ്യത്തിലധികം നേർച്ചയും കാഴ്ചയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാ. ഇന്ന് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? ഞാൻ എൻ്റെ കൊച്ചിനോട് പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവളെ പിടിച്ചു നിർത്തിയതുപോലെ നിങ്ങൾ ആരെങ്കിലും പിടിച്ചു നിർത്തിയിട്ടാണോ? ആരും നിങ്ങളെ നിർബന്ധിച്ചിട്ടാണോ? ആരെങ്കിലും ഭയന്നിട്ടാണോ? അല്ല. അവിടെ എന്ത് സംഭവിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്ത് നിക്ഷേപിച്ചു? ദൈവത്തിൻ്റെ കൽപ്പന ദൈവം നിക്ഷേപിച്ചു, ദൈവത്തിൻ്റെ വചനം ദൈവം നിക്ഷേപിച്ചു. ഇന്ന് നമുക്കത് കാണുമ്പോൾ പുച്ഛമാണ്. ഈ പാവം ജനം ഇത് അറിയുന്നില്ലല്ലോ, ഇവരിത് പോയി ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താണ്, ഒരു പുച്ഛമാണ്, ഉള്ളിലൊരു സങ്കടമാണ്, ഒരു വേദനയാണ്.
അയ്യോ ഇവരെന്തെങ്കിലും ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ എന്നൊരു ദുഃഖമാണ് നമുക്കുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും വേദനയുണ്ടോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? അവിടെ പടക്കത്തിൻ്റെ സൗണ്ടും ചെണ്ടയുടെ സൗണ്ടും കേൾക്കുമ്പോൾ ഉള്ളു തുടിക്കുന്ന വല്ല പ്രശ്നങ്ങളുണ്ടോ നമുക്ക്? ഇല്ല. എൻ്റെ കൊച്ചവിടെ കിടന്ന് ഉള്ളു തുടിക്കുക, എനിക്ക് പോകണം, എനിക്ക് ഡാൻസ് കാണണം, എനിക്ക് ചണ്ടയുടെ കേൾക്കണം, ബഹളം കേൾക്കണം. കാരണം അവൾക്കറിയില്ല, അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഇല്ല. ഇപ്പം അവളെ സംബന്ധിച്ച് ആ ആഘോഷത്തിൻ്റെ തലം മാത്രമേ അവൾക്കുള്ളൂ. ഇതിനപ്പുറത്തോട്ട് വേറൊരു കാര്യമില്ല. ഇന്ന് എനിക്ക് അവളെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയേ പറ്റൂ. പക്ഷേ വിശുദ്ധ വചനം അവളുടെ ഹൃദയത്തിൽ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ നിക്ഷേപിക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. അന്നു മുതൽ ഞാൻ അവളെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. എൻ്റെ മൂത്ത കൊച്ചിറക്കൻ അതിനെക്കുറിച്ച് ചോദിച്ചു പോലുമില്ല. അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. അവൻ കണ്ണു തുറന്നപ്പോൾ ഈ ചണ്ടമേളൊക്കെ കേട്ടു. അവൻ അതിനെക്കുറിച്ച് ചോദിച്ചു പോലുമില്ല, അവൻ പോകണമെന്ന് പറഞ്ഞു പോലുമില്ല. കാരണം എന്താ? അവനറിയാം, സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ അവൻ ഈ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, അന്ന് ആളുകളിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? ആ നിയമം എഴുതും. ഇന്ന് ആരുടെയൊക്കെ ഉള്ളിൽ ഈ ഹൃദയത്തിൽ ഈ നിയമം എഴുതിയിട്ടുണ്ടോ അവർക്കിത് കൽപ്പന പാലിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആരെങ്കിലും പിടിച്ചു നിർത്തിയിട്ടാണോ? അല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ മറ്റവരെ സംബന്ധിച്ച് ഒരു രക്ഷയില്ല. ഈ ചണ്ടയുടെ ഒച്ച കേൾക്കുമ്പോൾ അടിയിൽ നിന്നൊരു ഇളക്കം വരും, തന്നെ പോകുന്നതിൻ്റെ അകത്ത് ഒരു വഴിയില്ലെന്ന്. അടുത്ത വാക്യം വായിച്ചു, അവരുടെ ഹൃദയത്തിൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും, ഞാൻ അവരുടെ ദൈവവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ, ഒന്ന് നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കണം, ഈ വചനം സുവിശേഷം നിന്റെ രക്ഷ യേശുവാണെന്ന സുവിശേഷം അവരുടെ ഹൃദയത്തിൽ എഴുതണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ദൈവവും. അങ്ങനെ ചെയ്താലേ ഞാൻ അവരുടെ ദൈവമാകുന്നുള്ളൂ, അവരെന്റെ ജനവുമാകുന്നുള്ളൂ. എല്ലാ ക്രിസ്ത്യാനിയും ദൈവത്തിൻ്റെ ആണോ? ആകില്ലെന്ന്. ഇതാരാ പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത്, ജെറമ്യാ പ്രവാചകൻ പറഞ്ഞേക്കാണ്. നിന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം ഉണ്ടെങ്കിൽ, ഉള്ളിൽ ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ നിയമവും നിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ സുവിശേഷ പ്രഘോഷണം മതി, അത് കൽപ്പലകയിലല്ല, നിങ്ങളുടെ ഹൃദയ ഫലകങ്ങളിൽ, അത് മഷി കൊണ്ടല്ല, സുവിശേഷ പ്രഘോഷണം വഴി എഴുതി. എന്തെഴുതി? നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പന എഴുതി വെച്ചിരിക്കുക. ഇത് ഉള്ളിലുള്ളവൻ ഏത് ഉറക്കത്തിലും ഏത് നേരത്തും ഏത് രാജ്യത്തും ഇത് പാലിക്കും. ആരും പറയണ്ട, ആരും നിർബന്ധിക്കണ്ട, ആരും ഇല്ല. ഒതുക്കത്തിൽ പോയി കള്ളു കുടിക്കുമോ നമ്മളാരെങ്കിലും? ചെയ്യത്തില്ല. കാരണം എന്താ? അത് നമ്മുടെ ഉള്ളിലെ കിടക്കുന്ന ഈ നിയമം. ഏത് കൽപ്പനയും നമ്മൾ പാലിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ല, അല്ലാതെ ബൈബിളിൽ കിടക്കുന്നുണ്ടല്ല, വചനത്തിൽ കിടക്കുന്നുണ്ടല്ല, സുവിശേഷ പ്രഘോഷണം പറഞ്ഞുകൊണ്ടല്ല, ഏതെങ്കിലും ബ്രദർമാർ പറഞ്ഞുകൊണ്ടല്ല, ഏതെങ്കിലും അച്ഛന്മാർ പറഞ്ഞു, ഒന്നും അല്ലെന്ന്. നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തു? ദൈവം നിക്ഷേപിച്ചു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ നിയമം ഉണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവും ആയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മാത്രമേ എന്തൊഴിവാകുന്നുള്ളൂ? ഈ പൂർവിക ശാപം ഒഴിവാകുന്നുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഉള്ളിലും ദൈവത്തിൻ്റെ നിയമം പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിലും എഴുതപ്പെട്ട് ദൈവം നമ്മുടെ ദൈവവും നമ്മൾ ദൈവത്തിൻ്റെ ജനവുമാകണം. അപ്പോൾ നമുക്ക് എന്തില്ല? ശാപമില്ല. ഈ പഴമൊഴിയെക്കുറിച്ച് നീ ഓർക്കണ്ട. അതല്ലെങ്കിൽ നീ ഈ പഴമൊഴിയെക്കുറിച്ച് ഭയക്കണം, ഭയന്നേ പറ്റൂ. ഇതാര് പറഞ്ഞതാ? ജെറമ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്തതാ, യേശു നമ്മളെ പഠിപ്പിച്ചതാ. നീ അതിനെ ഓർത്ത് ഭയന്നേ പറ്റൂ. ഒരു കോംപ്രമൈസും ഇല്ല, നീ ഭയന്നേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മൾ ക്രിസ്തുവിൽ പുതുക്കപ്പെട്ടവരാണോ? യേശുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ? നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ജെറമ്യാ എസെക്കിയേലിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ആ പാപം ചെയ്താൽ നിന്റെ പാപം ഇരട്ടിക്കുക. നമ്മളൊക്കെ ഈ പാപം ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത്, അല്ലേ? വിഗ്രഹാരാധന നമ്മൾ ചെയ്തിട്ടുണ്ട്. ആകൃത്യങ്ങൾ, തിന്മകൾ, മദ്യപാനം തുടങ്ങി സകല വെറുക്കൂത്തുകളിലും സകല പാപങ്ങളിലും നമ്മൾ പലരും പോയിട്ടുണ്ട്. പല വ്യക്തികളും ഈ പാപത്തിൽ വീണ് ജീവിച്ചവരാ. ഇവരെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അപ്പൻ ചെയ്തത് മുതൽ ആബേലിൻ്റെ രക്തം വരെ നമ്മുടെ മേൽ പതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല തകർച്ചയും വന്നത്, പല പ്രതികൂലങ്ങളും വന്നത്, പല പ്രതിസന്ധിയും വന്നത്. എന്നാൽ നീ ക്രിസ്തുവിനോട് ചേരുമ്പോൾ സകല പാപവും കറയും ശാപവും നിന്നിൽ നിന്നും യേശു അഴിക്കുകയാണ്. അതെങ്ങനെ ചേരണം? വെറുതെ ക്രിസ്ത്യാനിയായ പറ്റുമോ? പറ്റത്തില്ല. വെറുതെ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായ പറ്റുമോ? ഇല്ല. ഈ മേഖലയിൽ എൻ്റെ ദൈവം അവനാകണം, ഞാൻ അവൻ്റെ മകനാകണം, അവൻ്റെ ജനമായി ഞാൻ മാറണം. അപ്പോൾ മാത്രമേ ഈ പാപം നമ്മളിൽ നിന്ന് കഴുകപ്പെടുന്നുള്ളൂ, നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നുള്ളൂ. പല പൂർവീയ ശാപവും നമ്മളിൽ വന്നതിൻ്റെ കാരണം മനസ്സിലായോ? പലതും നമ്മളിൽ വന്നതിൻ്റെ, പല രോഗം നമ്മളിൽ വന്നതിൻ്റെ കാരണം മനസ്സിലായോ? പല തകർച്ചകൾ, പല സ്ഥലവും വിറ്റതിൻ്റെ കാരണം മനസ്സിലായോ? പല സമ്പത്ത് നമ്മളിൽ നിന്ന് നശിച്ചു പോയതിൻ്റെ കാരണം മനസ്സിലായോ? പലതും നമുക്ക് മക്കൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പലതും കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മനസ്സിലായോ?
എല്ലാത്തിൻ്റെയും മേഖല ഇത് തന്നെയാണ്. പ്രവാസിയായി പോകുന്നതിൻ്റെയും ഒറ്റപ്പെടുന്നതിൻ്റെയും ഈ തകർന്നു കിടക്കുന്നതിൻ്റെയൊക്കെ കാരണം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ കാരണം ചില ശാപങ്ങളാണ്, പൂർവികമായിട്ടുള്ള. എന്ന് കരുതി അപ്പനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് കാരണവന്മാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പൂർവികരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ഭയപ്പെട്ടോണം. നമ്മൾ പറയുമ്പോൾ ദൈവസന്നിധിയിൽ പറയണം, ഞങ്ങൾ പാപം ചെയ്തു. യെശയ്യാ പറഞ്ഞ പോലെ, എസ്ര പറഞ്ഞതുപോലെ, ദാനിയേൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറയാൻ സാധിക്കണം.